നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ പതിവ് പോലെ വാരാവസാനം ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇത് മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചയാണ്. കർത്താവ് കഴിഞ്ഞൊരു മാസം നമ്മെ പരിപാലിച്ചു, വഴി നടത്തി. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം 2 പത്രോസിൻ്റെ ലേഖനത്തിലെ 3-ാം അധ്യായം 17-ാം വാക്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചു പോയത്. അതായത് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലുമുള്ള വിശുദ്ധന്മാരെ അപ്പോസ്തലനായ പത്രോസ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആ മുന്നറിയിപ്പ് കുറേ ആഴ്ചകളായി നമ്മളും എടുത്തുദ്ധരിച്ചുകൊണ്ട് വിശുദ്ധന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ രക്ഷാഭദ്രതാവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ചില ശുശ്രൂഷകരുടെയൊക്കെ പേര് പറയാതെ തന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പേര് പറയാതെ തന്നെ അവരുടെ ടീച്ചിങ്സ്, അവരുടെ ആശയങ്ങൾ, ഉപദേശ സംഹിതകൾ, അതൊക്കെ ചെറിയ തോതിൽ ഞാൻ പറഞ്ഞു. ഇന്ന് ചില കാര്യങ്ങൾ ഗൗരവമായി പറയേണ്ടതുണ്ട്. എഫേസ്യ സഭയുമായി ബന്ധപ്പെട്ട് വെളിപ്പാട് ദിവസം 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അതായത് 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അതായത് ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. അപ്പസ്തോലന്മാരല്ലാതിരിക്കെ അപ്പസ്തോലന്മാരെന്ന പേർ വിട്ട് കടന്നു ചെന്നവരെ എഫേസ്യ സഭ കൈയോടെ പിടിച്ചു. അവരെ നമുക്ക് ഇങ്ങനെ പറയാം, കള്ളയപ്പസ്തോലന്മാരെന്ന്. ശരിക്കും നമ്മൾ ഈ പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തിന് വിഭിന്നമായി പൗരോഹിത്യ സമൂഹത്തിലുള്ള ഏതെങ്കിലും അച്ഛനോ മെത്രാനോ അല്ലെങ്കിൽ കർദിനാളോ അങ്ങനെയൊക്കെയുള്ള ടോപ്പ് ലെവലുള്ള ആൾക്കാർ കടന്നു വന്ന വിശ്വാസ സ്നാനത്തിനെതിരെ പറയുകയോ അല്ലെങ്കിൽ യേശുക്രിസ്തുവിലൂടെ മാത്രമല്ല രക്ഷയുള്ളൂ, കൃപയാലല്ല പ്രവൃത്തിയാലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് നമുക്ക് ക്ലിക്കാവും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതേസമയം ആ നിലയിലൊന്നും അല്ലാതെ വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ എത്ര പേര് തിരിച്ചറിയുമെന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം. അപ്പോൾ എഫേസ്യ സഭ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞ് വന്നവരെ കൈയോടെ പിടികൂടിയ കാര്യമാണ് നമ്മളവിടെ പറയുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനത്തെ കാര്യങ്ങൾ നടക്കും. തൊട്ട് താഴെ സ്മർണയിലെ സഭയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് 2:9, റെവലേഷൻ ചാപ്റ്റർ 2:9, ഞാൻ നിൻ്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. തങ്ങൾ യഹൂദരല്ലാതിരിക്കെ യഹൂദർ എന്നുള്ള പേരെടുത്തുകൊണ്ട് വരുന്ന ആളുകളെ സ്മർണയിലെ സഭ തിരിച്ചറിഞ്ഞു. അവർക്ക് അത്തരക്കാരോട് സഹകരിക്കാൻ മനസ്സ് വന്നില്ല. അതാണ് അവിടെ കാണുന്നത്. ഇതുപോലെ തന്നെ സഹോദരങ്ങളെ, പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന വലിയൊരു സമൂഹമുണ്ട്. അവരുടെ നടുവിൽ പെന്തക്കോസ്തുകാരല്ലാതിരിക്കെ പെന്തക്കോസ്തുകാരെന്നുള്ള ലേബലിൽ മുഖം മൂടി അണിഞ്ഞ് പലരും കടന്നുകൂടിയിട്ടുണ്ട്. അത് പറയുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 20:30 വാക്യം ഒന്ന് വായിച്ചേ. ആക്ട്സ് ചാപ്റ്റർ 20:30, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ എഴുന്നേൽക്കും എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്താ? നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന കാര്യങ്ങളെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് മൊത്തത്തിൽ നൂതനമായ കാര്യങ്ങളുമായി വരും. അങ്ങനെയാണോ? അങ്ങനെയല്ല. ചെറിയ വേരിയേഷൻസ്, ചെറുതായ ചില കൂട്ടിച്ചേർക്കലുകൾ, ചില വെൽഡിങ്ങുകൾ, ചില ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്യും. അങ്ങനെ ചില കട്ടിങ്, ചില വെൽഡിങ്, ചില ഭാഗത്ത് പുട്ടിയിടും, ചില ഭാഗത്ത് ഇങ്ങനെ മറച്ചു വയ്ക്കും. അങ്ങനെ കൊച്ചു കാര്യങ്ങളാണ്. ഏദൻ തോട്ടത്തിൽ ഈ പറയപ്പെട്ട പുള്ളിക്കാരൻ കടന്നു വന്ന് ഹൗവയുമായി സംസാരിച്ച ആ സംസാരം നമുക്കറിയാം. അവിടെ കൊച്ചു കൂട്ടിച്ചേർക്കലുകൾ, കൊച്ചു കാര്യങ്ങളാണ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഉണ്ടായ അപകടം എന്ന് വെച്ചാൽ ചെറിയ അപകടമല്ല, വലിയ അപകടം ഉണ്ടായി. പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ആവർത്തന പുസ്തകത്തിലാണ്. ഇസ്രായേൽ മിസ്രൈം വിട്ട് മരുഭൂമി വഴിയായി മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് കൊടുത്ത വലിയ മുന്നറിയിപ്പാണ്, നിങ്ങൾ എൻ്റെ വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. അങ്ങനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ആരെങ്കിലും വന്നാൽ അവനെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയണമെന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അതേ നിലയിൽ അതേ കാര്യങ്ങളെ തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ പല നിലകളിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. 1 തെസ്സലോനിക്ക ലേഖനം 2:13 ഒന്ന് വായിച്ചേ. 1 Thessalonians chapter 2:13. ഇവിടെ അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയ്ക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, അത് നിങ്ങൾ കൈക്കൊണ്ടു. അതേസമയം മനുഷ്യൻ്റെ വചനത്തെക്കുറിച്ചൊരു സൂചന അവിടെ കൊടുക്കുകയാണ്.
കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ പല കൂട്ടായ്മകളിലും കടന്നു ചെന്ന് സംസാരിക്കുമ്പോൾ അവരോടൊക്കെ ചോദിക്കാറുണ്ട്, ഈ മനുഷ്യൻ്റെ വചനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് വേറെ എന്തെങ്കിലും പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്ന് അതിൽ നിന്ന് നോക്കി വായിക്കുന്നതായിരിക്കും മനുഷ്യൻ്റെ വചനം എന്നാണ്. സൗരങ്ങളെ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 66 പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് മനുഷ്യൻ്റെ വചനങ്ങളും പുറപ്പെടുന്നത്. നമ്മൾ ചിന്തിക്കുന്ന നിലയിലല്ല അതിൻ്റെ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നത്. അത് മാനുഷിക ബുദ്ധിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുവരുമ്പോൾ അത് കനത്തെ അപകടത്തിലേക്ക് പോകും, കനത്തെ അപകടത്തിലേക്ക്. അങ്ങനത്തെ 1-2 കാര്യങ്ങൾ ഞാനിന്ന് നിങ്ങളോട് സൂചിപ്പിക്കാം. അതായത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയുടെ തുടക്കത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്, അപ്പോസ്തലന്മാരെല്ലാം വിശേഷിച്ച് യെരുശലേമിലെ വിശുദ്ധന്മാർ അവർ ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കുകയും അങ്ങനെ ഉല്ലാസ പരമാർത്ഥതയും സന്തോഷവും പൂണ്ട് അവരങ്ങനെ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് മുൻപോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്ന അവർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഡെയിലി കൂടുന്ന ആ കാര്യത്തിന് ഒരു മാറ്റം വന്നിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഒരുമിച്ച് കൂടി അപ്പം നുറുക്കി എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നുറുക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യം എടുത്തുകൊണ്ട് നിങ്ങളുടെ അടുക്ക് വന്ന ഒരാൾ പറയാമെന്ന് വിചാരിച്ചോ, അപ്പോസ്തലന്മാർ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഒരുമിച്ച് കൂടിയത് ആരാധിക്കാനാണോ അപ്പം നുറുക്കാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാടിക്കയറി പറയും അവർ വിശുദ്ധ സഭായോഗത്തിന് വന്നത് ആരാധനയ്ക്ക് വന്നതാണെന്ന്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഞങ്ങൾ ആരാധനയ്ക്ക് പോവുകയാണെന്നൊക്കെ. അപ്പോൾ അതിനെയൊക്കെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം, നിങ്ങൾ ആരാധനയ്ക്കാണോ പോകുന്നത്, അതെയോ നിങ്ങൾ 6 ദിവസം ആരാധിച്ചിട്ട് 7-ാം ദിവസം ദൈവസന്നിധിയിൽ ഒത്തുകൂടാൻ പോകുന്നതാണോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവർ പരിഭ്രമിച്ചു പോകും. പരിഭ്രമിക്കേണ്ട നിങ്ങൾ. അങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരാ പറഞ്ഞു വന്ന കാര്യം ഭാഗികമായി ശരിയാണ്. നമ്മൾ 6 ദിവസവും നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ 6 ദിവസവും നമ്മൾ ദൈവസന്നിധിയിൽ ആരാധന അർപ്പിക്കുകയാണ്. 7-ാം ദിവസം വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുകയാണ്. ആ ഒരുമിച്ച് കൂടുന്നത് അപ്പം നുറുക്കാൻ മാത്രമാണ്. അവിടെ ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടിയെന്ന് വാക്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് മറുപടി പറയുമെന്നുള്ളത് ശരിക്കും നിങ്ങളോട് ചോദിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ വചനം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും പുസ്തകത്തിൽ നിന്നല്ല, ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ് മനുഷ്യൻ്റെ വചനം കൊണ്ടുവരുന്നത്. അതിൻ്റെ സൂചനയാണ് ഞാൻ പറഞ്ഞത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഒരുമിച്ച് കൂടിയത് ആരാധനയ്ക്കാണോ അപ്പം നുറുക്കാനാണോ? അപ്പോൾ അപ്പം നുറുക്കലിന് മാത്രമാണ് ഒരുമിച്ച് കൂടിയത്. ആരാധന എന്ന് പറയുന്നത് നന്നായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം നമ്മൾ കൊച്ചു കൊച്ചു മറുപടികൾ കൊടുക്കും. എന്തായാലും അവരുടെ അങ്ങനത്തെ ചോദ്യങ്ങളുടെ മുമ്പാകെ അനേകർ പതറിപ്പോയത് എനിക്കും നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ആളുകളാണ്. അപ്പം അതുകൊണ്ട് ശേഷമുള്ളവർ അവർ വചനത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള വിപരീത ഉപദേശങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാടും മുഴങ്ങുന്ന ഒരു കാലമാണ്. ജാഗ്രതയോടെ ഇരിക്കണം. കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. ബോംബെയിലുള്ളൊരു ദൈവദാസനോട് ഞാൻ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു സൂചന കൊടുത്തു. അതായത് അദ്ദേഹത്തിൻ്റെ ചർച്ചിലുള്ള ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹവും പുറമെയൊക്കെ പോയി പ്രസംഗിക്കുന്ന ഒരു അല്പം പേരൊക്കെയുള്ള ഒരാളാണ്. അദ്ദേഹം ഇന്ന് തെറ്റായൊരു ഉപദേശത്തിലേക്ക് പോയി. സൂചനകൾ, മുന്നറിയിപ്പുകൾ കൊടുത്തിട്ട് ഗൗരവമായി എടുത്തില്ല. ആ കാരണത്താൽ ഇന്ന് ദുഃഖിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, പെന്തക്കോസ്തുകാരല്ലാതിരിക്കെ ഞങ്ങൾ പെന്തക്കോസ്തുകാരെന്നുള്ള ലേബലിൽ ഒത്തിരി പേര് നടപ്പുണ്ട്. അതേസമയം തന്നെ പരോക്ഷമായി അത്തരക്കാരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ പെന്തക്കോസ്തുകാരൊന്നും അല്ലെന്ന്. പരോക്ഷമായി പറയുന്നുണ്ട്, പക്ഷെ ആർക്കും കേട്ടിട്ട് മനസ്സിലാകുന്നില്ല. അസൽ പെന്തക്കോസ്തുകാർ, ഞാൻ പറയുന്ന ഈ വ്യവസ്ഥാപിത പെന്തക്കോസ് സമൂഹത്തിലുള്ള അഥവാ ക്ലാസിക്കൽ പെന്തക്കോസ് സമൂഹത്തിലുള്ള ശുശ്രൂഷകന്മാർക്കൊന്നും അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ സംസാരങ്ങൾ കേട്ടിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന കാര്യങ്ങളൊന്നും സീനിയർ പാസ്റ്റേഴ്സും അല്ലാത്ത പാസ്റ്റേഴ്സൊന്നും വിവേചിക്കുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ എത്രയോ വിഷയങ്ങൾ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വിമർശനാത്മകമായ നിലയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന പെന്തക്കോസ് സമൂഹത്തിലെ ഒരു ഗ്രൂപ്പ് അടൂര്, അവരുടെ സെൻട്രൽ കൺവെൻഷന് ഒരു ന്യൂ ജനറേഷൻ പെന്തക്കോസ്ത് പാസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരാളെ വിളിച്ചു വരുത്തി അവരൊരു കോലൊടിക്കുന്നതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവർ കാഹളം ധ്വനിപ്പിക്കുന്നു, അല്ലേ? ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ധ്വനിപ്പിക്കുന്നു. അങ്ങനെ അവിടുത്തെ എന്തൊക്കെയോ കാര്യങ്ങളെ തകർക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. നമ്മളതിനെയൊക്കെ വചനം വെച്ച് വിശകലനം ചെയ്തു. അതൊരു വിമർശനാത്മകമായ നിലയിൽ തന്നെ നമ്മൾ പറഞ്ഞു. ഒത്തിരി പേരത് കേട്ടിട്ട് പ്രതികരിച്ചു, യെസ്, ഇപ്പോൾ കാര്യം മനസ്സിലായിന്ന്. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹളം ഊതണമെങ്കിൽ ചുമലിൽ പെട്ടകം വേണം. പെട്ടകമില്ലാതെ എങ്ങനെ കാഹളം ഊതും? അതായത് യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് ആ വിഷയം അവർ പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വചനത്തിൽ നിന്ന് കണ്ടത്? കാഹളം മാത്രമായിട്ട് ഊതിയ വല്ല പ്രയോജനമുണ്ടോ?
ചുമലിൽ പെട്ടകം വേണം, എരിഹോവിനെ ചുറ്റി നടക്കണം. അപ്പോൾ ഇന്ന് എരിഹോയുണ്ടോ, ഇന്ന് എങ്ങനെ പെട്ടകമായിട്ട് നടക്കൂ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കാഹള ഊതുന്ന രീതി ഉണ്ടോ എന്ന് നമ്മളും തിരിച്ചു ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ദൈവമക്കളുടെ കണ്ണു തുറക്കുന്നത്. ചിലപ്പോൾ സത്യാന്വേഷികളായ അല്ലെ ദൈവത്തെ ഭയപ്പെടുന്ന ദൈവദാസന്മാർ അത് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നേക്കാൾ ഒത്തിരി സീനിയറും തലനരച്ചവരും മുതിർന്നവരുമായവർ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ പറയുന്ന ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തെ ഭയമുള്ളവരാണെങ്കിൽ ചെറിയവനോ നര കുറവുള്ളവനോ എന്നൊന്നും നോക്കാതെ അവർ പറയുന്ന കാര്യം സത്യമാണല്ലോ എന്ന് അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ കുറ്റമേറ്റു പറയും. കർത്താവെ പറ്റിപ്പോയി, ഇനി മേലാൽ അങ്ങനെ ചെയ്യില്ല എന്ന ആ ഒരു ഇതിലേക്ക് വരും. ആ വിഷയം സംസാരിച്ച നമ്മൾ ഇങ്ങനെ ഒരു വ്യക്തിക്ക് അനുതാപം വന്നതൊന്നും അറിയണമെന്നില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയോ വലിയ കാര്യമാണ്. നോക്കണം, നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ തേജോവധം ചെയ്യാനല്ല, അതിനെ തകർക്കാനല്ല. ഞാൻ ഭാരത്തോടെയാണ് പലപ്പോഴും പല കാര്യങ്ങളും പറയാറുള്ളത്. കാരണം ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തെ ഞാൻ അത്രമേൽ സ്നേഹിക്കുന്നു. വളരെ രൂക്ഷമായ ഭാഷയിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ചില കാര്യങ്ങൾ. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹം വചനത്തിൽ നിന്ന് മാറിയാൽ, ആത്മാവിൻ്റെ നടത്തിപ്പിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ദൈവശക്തി എന്ന് പറയുന്നത് ഇല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കില്ല. ശേഷം മനുഷ്യരെ പോലെ ഒരു മതമായിട്ടിത് അവസാനിക്കും. ഏതാണ്ടൊരു മതമായിട്ടിത് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതിൻ്റെ നടുവിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, നമ്മൾ ലോക പോലീസൊന്നുമല്ല, ചെറിയൊരു കൂട്ടമാണ് നമ്മളെ ശ്രദ്ധിക്കുന്നത്. വലിയ കൂട്ടങ്ങൾ കേൾക്കുന്നില്ല. അവിടെ എന്തെങ്കിലും ഒരു പ്രതിഫലനങ്ങൾ ഉണ്ടാകട്ടെ എന്നോർത്താണ് നമ്മളിങ്ങനെ പറയുന്നത്. അതേസമയം സഹോദരങ്ങളെ, ഞാൻ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെ കടന്നു വന്നു എന്ന് പറയുന്ന പലരും നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തെ ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമൂഹത്തിൽ വചനവിരുദ്ധമായ കാര്യങ്ങൾ പലതുണ്ട്. ആ കാര്യങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അധികാരവും അവകാശവും നമുക്കുണ്ട്. അതേസമയം പുറമേ നിൽക്കുന്ന ഓർത്തഡോക്സിലൊരു മെത്രാൻ അല്ലെങ്കിൽ കാത്തലിക്കിലൊരു ബിഷപ്പ് അവർ ഈ പെന്തക്കോസ്തുകാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, വിരോധമില്ല. തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരത് പറയുന്നത്. ഓർത്തഡോക്സിലെ ഒരു അച്ഛനോ CSIയിലെ ഒരു ബിഷപ്പോ അങ്ങനെ ഒരാൾ നമ്മുടെ ഇടയിൽ ദൈവവചനത്തിന് വിരുദ്ധമായൊരു കാര്യം ഇങ്ങനെയുണ്ട്, ഈ പെന്തക്കോസ്തുകാർ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതങ്ങനെ ഉള്ളതാണെങ്കിൽ നമുക്ക് തിരുത്താം. അങ്ങനെയുള്ളതല്ലെങ്കിൽ കൃത്യം മറുപടി തിരിച്ചു ചെല്ലും. കൃത്യം മറുപടി. അത് അവരെ അധിക്ഷേപിക്കാനല്ല, അവർക്കും കൂടെ ബുദ്ധിപദേശത്തിന് വേണ്ടി നമ്മൾ മറുപടി പറയും. അതേസമയം ഈ പറയുന്ന നിലയിൽ പെന്തക്കോസ്തുകാരനല്ലാതിരിക്കെ പെന്തക്കോസ്തുകാരൻ എന്നുള്ള മുഖംമൂടി അണിഞ്ഞ് ഇവിടെ കടന്നു വന്ന് നിന്ന് പെന്തക്കോസ്തുകാരുടെ ആരാധനാ രീതികളെയോ അല്ലെങ്കിൽ അവരുടെ കാര്യപരിപാടികളെയോ ഒക്കെ മുച്ചൂടും വിമർശിച്ച് ആളുകളെ പാനിക്കാക്കി കളയുന്ന അങ്ങനത്തെ ആളുകളെ ആത്മാവിൽ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കും. ഞാനൊരു പഴയ സംഭവം ഓർക്കുക, പലപ്പോഴായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 2012-14 ആ ഒരു പീരീഡിൽ നമ്മുടെ ആ കണ്ണൂരുകാരൻ കൊച്ചനുണ്ടല്ലോ, ഇപ്പോൾ കത്തോലിക്കയിൽ പോയി അവിടെ വലിയ കുർബാനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, പുള്ളി ചങ്ങനാശ്ശേരി സൈഡിൽ അങ്ങനെ വിലസുന്ന ഒരു സമയമാണ്. പാസ്റ്റർമാരൊക്കെ പുള്ളിയുടെ ചുറ്റും ഇങ്ങനെ ഉപഗ്രഹങ്ങൾ പോലെ ഇങ്ങനെ ചുറ്റും കൂടുന്നൊരു കാലമാണ്. കെട്ടുകളെല്ലാം പുള്ളി പൊട്ടിക്കുക എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് അടുത്തൊരു സ്ഥലത്ത്, അതായത് ഇവരുടെ ആൾക്കാർ ധാരാളം ഉള്ളൊരു ഏരിയയിൽ ആ കാര്യങ്ങൾക്കെതിരെ നമ്മളൊരു മീറ്റിംഗ് വെച്ചു. 1 അല്ല 2 മീറ്റിംഗ് വെച്ചു. ആദ്യത്തെ മീറ്റിങ്ങിൽ നല്ലയാൾ കൂടി, നല്ലയാൾ, ധാരാളം പാസ്റ്റേഴ്സൊക്കെ കടന്നു വന്നു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് വന്ന് അതിൻ്റെ ഒടുവിലേക്ക് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പറയപ്പെട്ടയാൾ പരിശുദ്ധാത്മാവിലല്ല ശുശ്രൂഷിക്കുന്നത്. ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളും ഈ കാണിക്കുന്ന അത്ഭുതങ്ങളും ഈ ഇടപാടുകളും ഒന്നും പരിശുദ്ധാത്മാവിലല്ല, ഇത് വേറെ ആത്മാവിലാണ്. ഇദ്ദേഹം ദൈവജനത്തെ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞപ്പോൾ എത്ര പാസ്റ്റേഴ്സാന്ന് കോപിച്ചെന്നറിയാവോ? പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ഒരു ശുശ്രൂഷകരും രക്ഷാഭദ്രതാവാദമായിട്ടൊന്നും വരാറില്ല. അത് വെളിയിലുള്ള നമ്മുടെ സഹോദരങ്ങളായ ബ്രദറൻ സമൂഹത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരാണത് പറയാറ്. ഞാൻ പറഞ്ഞു, അവരുമായിട്ടൊരു ഏറ്റുമുട്ടലിന് എനിക്ക് സമയമില്ല, താല്പര്യമില്ല. ഇങ്ങനത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് അവർ ഓടിക്കേറി വരരുത്, മണം അടിച്ചിട്ടൊന്നും വന്നേക്കരുത്. ഞാൻ സാഹചര്യവശാൽ പറഞ്ഞതാണ്. കാലങ്ങളായി, വളരെ നാളുകളായി ആ വിഷയത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവരാണ്. അവരത് പറയുന്നു. അവരതിൻ്റെ കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടയിലുള്ള ആളുകൾ ഒരു ലാഘവത്തിലേക്ക് വരും. എങ്ങനെയാണ് ആ ലാഘവത്വം വരുന്നത്? ഓ, രക്ഷാഭദ്രതയുണ്ടല്ലോ, കർത്താവ് രക്ഷിച്ചയാളെ കളയൊന്നുമില്ലല്ലോ, അപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു തണുപ്പൻ മട്ടിലേക്ക് പോകും.
ഈ ഭദ്രതാവാദം ഉന്നയിക്കുന്ന ആളുകളൊന്നും ജഡം എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, പഠിക്കുന്നില്ല, പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചിന്തയുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് പറയുന്നത് ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കും എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉള്ളൂ, നിത്യതയിലുണ്ടാവും, പ്രതിഫലങ്ങളും കിരീടങ്ങളൊന്നുമില്ല എന്നൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് നമ്മൾ മുന്നറിയിപ്പ് എന്നോണം കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യങ്ങളെ പറഞ്ഞത്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഞാനൊരു കൺസർവേറ്റീവ് പെന്തിക്കോസുകാരൻ തന്നെയാണ്. ഇങ്ങനെയുള്ള വാക്കുകൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പോൾ എന്നോട് താല്പര്യമുള്ള ചില പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. നമ്മുടെ മെസ്സേജൊക്കെ കേൾക്കുകയും നല്ലൊരു ചെറുപ്പക്കാരനാണ്, നല്ലൊരു ഉപദേശിയാണെന്നൊക്കെ അവർ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അതെല്ലാം വെള്ളത്തിലാവും. കാരണം എന്താ, ഞാൻ എന്ത് വാക്കാണ് ഉപയോഗിച്ചത്? ഞാനൊരു കൺസർവേറ്റീവ് പെന്തിക്കോസ്തുകാരനാണ്. ഉപദേശത്തിൽ നിന്ന് കടുകിട മാറില്ല. ബന്ധങ്ങൾ മുറിയുന്നതിന് പോലും എനിക്ക് വിഷയമല്ല. ഞാൻ അറിഞ്ഞ സത്യം വിട്ട് ഒരിഞ്ച് മാറില്ല. അറിഞ്ഞുകൊണ്ട്, അറിയാതെയൊക്കെ സംഭവിക്കും, അറിഞ്ഞുകൊണ്ട് മാറില്ല. അതുപോലെ വലിയ ബന്ധങ്ങൾ വരെ മുറിഞ്ഞു പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ. അതൊന്നും ഒരു വിഷയമല്ലെന്നേ, നമ്മളിത് അറിഞ്ഞുപോയി. പത്രോസ് പറഞ്ഞതുപോലെ, നീ ഇതറിയാതിരുന്നെങ്കിൽ നിനക്ക് നന്നെന്ന് എൻ്റെ നേരെ നോക്കി പറയാൻ ഇടവരരുത്. അതുകൊണ്ടാണ് അറിഞ്ഞതിന് വേണ്ടി ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, അതെന്നാ കോസുകാരാ, അങ്ങനെ ബൈബിളിൽ ഈ പറഞ്ഞ കോസൊക്കെ ഉണ്ടോയെന്നൊക്കെ. ഞാൻ അതിനൊക്കെ അവർക്ക് മറുപടി, ഈ ഇങ്ങനെ ചോദിച്ചവർക്കൊക്കെ ഞാൻ അത്യാവശ്യം ലളിതമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ക്രൈസ്തവനാണെന്ന് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അത് വളരെ വിശാലമായ അർത്ഥത്തിലെടുക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കള്ളുടിയന്മാരും തലകുത്തി കിടക്കുന്നവനും കൊള്ളക്കാരനും കൊലപാതകയും എല്ലാം ഉള്ളൊരു സമൂഹത്തെയാണ് ഈ ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്, അല്ലേ? സെൻട്രൽ ജയിലിൽ ക്രിസ്ത്യാനികളില്ലേ? ഉണ്ട്. മാമോദീസ വെള്ളം തലയിൽ വീണ ആൾക്കാരൊക്കെ സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. അല്ലാത്ത രീതിയിൽ വെള്ളത്തിൽ ഇറക്കിയ പുള്ളിക്കാരികളും പുള്ളിക്കാരന്മാരും പോലും ഇപ്പോൾ സെൻട്രൽ ജയിലിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് വിശാലമായ അർത്ഥത്തിൽ പറയുന്നതാണ്. കുറച്ചും കൂടെ സൂക്ഷ്മമായി പറഞ്ഞാൽ ഞാനൊരു ക്രിസ്തു ശിഷ്യനാണ്, ഞാൻ ക്രിസ്തു മാർഗത്തിലാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കേൾവിക്കാരും എന്നെ ചുറ്റുപാടും വീക്ഷിക്കുന്നവരുമായ ആളുകൾക്ക് മനസ്സിലാകില്ല. സത്യത്തിൽ അതാണ് സംഭവം. ഞാനൊരു ദൈവ പൈതലാണ്. 1 യോഹന്നാൻ 3 പറയുന്ന പോലെ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. ഞാനൊരു ദൈവ പൈതൽ എന്നുള്ള നിലയിലാണ് വിളിക്കപ്പെടുന്നത്. ഞാനൊരു ക്രിസ്തു ശിഷ്യനാണ്. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് പറയുന്നത്. അപ്പോൾ വലിയ ചോദ്യങ്ങൾ വരാം. പെന്തക്കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ അടുപ്പമുള്ളൊരു ദൈവദാസനുമായിട്ട് സംസാരിച്ചു. വളരെ സീനിയറും വളരെ പ്രസിദ്ധനുമായൊരു ദൈവദാസനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറയുക പെന്തക്കോസ്റ്റ് അനുഭവം വേണമെന്ന് പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾ വരും നിങ്ങളോട്. നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾ പറയും അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എന്താ? അവിടെ അന്യഭാഷാ ഭാഷണത്തോടുകൂടി പുതിയ നിയമ സഭ ആരംഭിച്ചു എന്ന് പറയും. ഓക്കെ, അവിടെ അന്യഭാഷാ ഭാഷണത്തോടുകൂടി പുതിയ നിയമസഭ ആരംഭിച്ചെങ്കിൽ അവിടെ ഏതാണ്ട് 10-18 രാജ്യങ്ങളിലുള്ള ആളുകൾ കടന്നു വന്നു. അവരുടെ എല്ലാ ഭാഷയിൽ അന്ന് അവിടെ സംസാരിച്ചു. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഭാഷ സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അപ്പോസ്തലപ്രവൃത്തി 2 കയറി നിങ്ങൾ പിടിച്ചാൽ തിരിച്ചിങ്ങനത്തെ ചോദ്യം വരും. അതിനെങ്ങനെ ഫലപ്രദമായി മറുപടി കൊടുക്കാൻ പറ്റും? 4 സൈഡിൽ നിന്നും വീഴ്ത്താൻ ഭാഗത്തിന് വാരിക്കുഴികളൊക്കെ റെഡിയാണ് കേട്ടോ, വാരിക്കുഴികളൊക്കെ റെഡിയാണ്. മെജോറിറ്റി സീനിയർ പാസ്റ്റേഴ്സ് ഒന്നും അറിയുന്നില്ല. അവരെല്ലാം ഉറക്കത്തിലാണ്, കൂർക്കം വലിച്ച ഉറക്കത്തിലാണ്. ഓരോന്നിനെ അടിച്ചുകൊണ്ട് പോവുകയാണ്. ഡൽഹിയിലൊരു ഗ്രൂപ്പുണ്ട്. ഡൽഹിയിലുള്ള ആ ഗ്രൂപ്പ് പറയുന്നത് സ്നാനം വേണ്ട എന്നാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുന്നമേ പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് അവരുടെ ഒന്നും പേര് ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല. അവർ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി യഹൂദന്മാരെ സ്നാനപ്പെടുത്തുന്ന കാര്യമാണ് അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ജാതികളെ സ്നാനപ്പെടുത്തുന്ന കാര്യമല്ല. ജാതികളുടെ മേലുള്ള ശുശ്രൂഷ പത്രോസിനെയും യോഹന്നാനെയും ഭരമേൽപ്പിച്ചിട്ടില്ല. അത് ഭരമേൽപ്പിച്ചിരിക്കുന്നത് പൗലോസിനെയാണ്. പൗലോസ് പറയുന്നത് ഞാൻ സ്നാനപ്പെടുത്താനൊന്നും വന്നയാളല്ല, ഞാൻ വന്നത് സുവിശേഷം അറിയിക്കാനാണ്. കണ്ടോ, പൗലോസ് പറയുന്ന കണ്ടോ? അപ്പം നമ്മൾ ചാടിക്കയറി പറയും പൗലോസ് സ്തെഫാനോസിൻ്റെ കുടുംബക്കാരെ സ്നാനപ്പെടുത്തിയില്ലേ എന്ന്. യെസ്, സ്തെഫാനോസിൻ്റെ കുടുംബക്കാരൊക്കെ യഹൂദന്മാരാണ്, അതുകൊണ്ട് അവരെ സ്നാനപ്പെടുത്തി. അപ്പോൾ നമ്മൾ പറയും അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ് യോഹന്നാൻ്റെ ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തിയില്ല എന്ന് ചോദിക്കും. അവിടെ കുറച്ച് പേരെ സ്നാനപ്പെടുത്തിയല്ലോ. അപ്പോൾ അവർ തിരിച്ച് മറുപടി തരും, അതെല്ലാം ഇസ്രായേലി പശ്ചാത്തലത്തിലുള്ള ആളുകളാണ്, യോഹന്നാൻ്റെ ശിഷ്യന്മാരല്ലേ എന്ന് ചോദിക്കും. പൗലോസ് ജാതികളെ ഒന്നും സ്നാനപ്പെടുത്തിയിട്ടില്ലെന്ന് പറയും. അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിലെ കൊരിന്തിൽ പൗലോസ് കടന്നു ചെന്ന് സുവിശേഷം അറിയിക്കുന്നതും ആ സുവിശേഷം കേട്ട് കൈക്കൊണ്ട ആൾക്കാരെ സ്നാനപ്പെടുന്ന കാര്യം നമ്മൾ കാണുന്നു. അതിന് ഇവർ വാദഗതിയായിട്ട് വരും, അതല്ലേ യഹൂദന്മാരെയാന്ന്. എന്ത് ചെയ്യുമെന്ന് പറ?
നമുക്കതിനൊക്കെ മറുപടിയുണ്ട്, അതിന് വിശദീകരണങ്ങളുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ സാധാരണ ആളുകളുടെ അടുക്ക വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ആളുകൾ കറങ്ങിപ്പോവും. അതിനുള്ള മരുന്നെന്താ? എല്ലാ ദൈവസഭകളിലും ദൈവദാസന്മാർ സത്യവചനം പ്രസംഗിക്കാനും പഠിപ്പിക്കാനും ആരംഭിക്കണം. അല്ലെങ്കിൽ ഭയങ്കരമായ നിലയിൽ കൊഴിഞ്ഞുപോക്കുകളാണ് വരും കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. കാരണം വചനത്തിൻ്റെ ABC അറിയാത്ത ആളുകളെ ഇങ്ങനെയുള്ള കാറ്റുകൾ പറപ്പിച്ചുകൊണ്ട് പോകുന്നുള്ളത് വാസ്തവമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, ഞാൻ പെന്തക്കോസ്തുകാരനാണ് എന്ന് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഈ ആഴ്ച ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, പെന്തക്കോസ്തുകാരല്ലാതിരിക്കെ പെന്തക്കോസ്റ്റ് എന്നുള്ള ലേബലിൽ ഇതിനകത്ത് ഒത്തിരി പേര് നിൽപ്പുണ്ടെന്ന് തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ നമ്മൾ തിരിച്ചറിയാം? നിങ്ങൾ ആത്മാവിൽ വിവേചിക്കണം, അവർ പറയുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തണം, പിന്നെയോ പല കാര്യങ്ങളും ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ കാര്യങ്ങളെ പിടികിട്ടത്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞൊരു വാക്ക് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ശരിക്കും പെന്തക്കോസ്തർ എന്ന് പറയുന്നത് വചനത്തിൽ നിലനിൽക്കുന്നവരാണ്. അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാണ്, ആത്മാവിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ പുറമേയുള്ളവർ ചോദിക്കാം, നിങ്ങളുടെ ചുറ്റുമുള്ളത് ഇങ്ങനെയുള്ള ആളുകളാണോ? നിങ്ങളുടെ ചുറ്റുമുള്ള പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകളെല്ലാം ഇങ്ങനെ വചനത്തിൽ നിലനിന്ന് ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ ജീവിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. നമ്മൾ പറഞ്ഞത് പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരെ കുറിച്ച് ചോദിച്ചാൽ ഇതാണ് ഉത്തരം എന്നാണ്. എല്ലാവരും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുണ്ട്. പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നതും വളരെ വിശാലമായ നിലയിൽ വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. മുന്നമേ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. 1-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യയിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ക്രൈസ്റ്റ്, ക്രിസ്തുവിനാൽ വീണ്ടും ജനിക്കപ്പെട്ട ആളുകളെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നത്. അങ്ങനെ പറയുന്നതിനകത്തൊരു തെറ്റുമില്ല. അവരെല്ലാം ക്രിസ്ത്യാനികളാണ്. അതായത് ശിഷ്യന്മാരെയാണ് ക്രിസ്ത്യാനി എന്ന് അന്ന് വിളിച്ചത്. ഇന്ന് മാമോദീസ വെള്ളം തലയിൽ വീണു എന്ന് പറയുന്നവനെല്ലാം ക്രിസ്ത്യാനിയാണ്. രക്ഷിക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ വെള്ളത്തിലിറക്കി അവനും ക്രിസ്ത്യാനിയാണ്, എല്ലാം ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാ? വീണ്ടും ജനിച്ചവൻ, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ചവൻ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുന്നവൻ, ക്രൂശ് വഹിക്കുന്നവൻ, നുകത്തിൻ കീഴിലായിരിക്കുന്നവൻ, അവനാണ് ക്രിസ്തു ശിഷ്യൻ. അവനെ മാത്രമാണ് ശരിക്കും വചനപ്രകാരം ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലാതെ 56-ാം ദിവസം മാമോദീസയേറ്റവനെയും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവനെയും ഒന്നും ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റില്ല. സർക്കാർ രേഖകളിൽ മാത്രമാണ് അവർ ക്രിസ്ത്യാനി. സ്വർഗത്തിൻ്റെ രേഖയിൽ അവർ ആരും ക്രിസ്ത്യാനി അല്ല കേട്ടോ. ഓർത്തഡോക്സിലെ ഒരു അച്ഛൻ നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, നിങ്ങൾ പലർക്കും അറിയാതെ. അദ്ദേഹത്തിൻ്റെ ഗൗരവമായ പല ചോദ്യത്തിനും നമ്മൾ മറുപടി പറഞ്ഞു. അതായത്, നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു? നിങ്ങൾ എന്തുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി എന്ന് കൂടെ പറയുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് സ്വർഗസ്വനായ പിതാവെ ചൊല്ലുന്നില്ല? പിന്നെ എന്താ? അങ്ങനത്തെ കുറേ കിറാമുട്ടി ചോദ്യങ്ങളുമായിട്ട് വന്നപ്പോൾ അതിനെല്ലാം നമ്മൾ ഫലപ്രദമായി മറുപടി അന്ന് പറഞ്ഞിരുന്നു. അന്ന് മറുപടി പറഞ്ഞു പോയ കൂട്ടത്തിൽ പറഞ്ഞ ചില വാക്കുകളാണ് ഞാനിപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിൽ 3 വിധമായ ആളുകളെ ഞാൻ അടുത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമത് നമ്മൾ ആത്മീയരെക്കുറിച്ച് പറയാം. അവരുടെ സംഖ്യ ഒത്തിരിയില്ല, കുറവാണ്. രണ്ടാമത് ജഡീകരാണ്. ജഡീകരുടെ എണ്ണം ധാരാളമുണ്ട്. മൂന്നാമതൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, അതാണ് സമ്മിശ്ര ജാതികൾ. മിക്സ് മൾട്ടിറ്റ്യൂഡ് നമ്മൾ കാണുന്നില്ലേ, സമ്മിശ്ര ജാതികൾ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി, ആത്മീയരുടെ എണ്ണം കുറവാണ്, ജഡീകരുടെ എണ്ണം കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം പറഞ്ഞ ഈ 2 ഗ്രൂപ്പിലും ഉള്ളത് രക്ഷിക്കപ്പെട്ടവരാണ്. ആത്മീയരും ജഡീകരും ഒക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് മുൻപോട്ട് വന്ന് കൃപയിൽ നിൽക്കുന്നവരാണ്. പക്ഷെ കാലാന്തരത്തിൽ അതിൽ കുറേ പേര് ജഡത്തിൽ വീണുപോയി, ജഡത്തിൽ സഞ്ചരിക്കാൻ ആരംഭിച്ചു. ചിലരൊക്കെ മടങ്ങി വന്നിട്ടുണ്ടാകാം, എന്നാൽ ഭൂരിപക്ഷം പേരും ആ വഴിയിലൂടെ തന്നെ പോവുകയാണ്. മടക്കി കൊണ്ടുവരുവാൻ പാകത്തിനുള്ള ശബ്ദം, കാഹളനാദം പോലെയുള്ള ശബ്ദം, മരുഭൂമിയിലെ ആർത്തനാദങ്ങൾ കേൾക്കാനില്ല, കാര്യമായി കേൾക്കാനില്ല. അങ്ങനത്തെ ശബ്ദങ്ങൾ അവരെ മടക്കി കൊണ്ടുവരുന്ന കൊടുങ്കാറ്റ് പോലത്തെ ശബ്ദങ്ങളുണ്ടെങ്കിൽ ഈ ജഡികന്മാരായി സഞ്ചരിക്കുന്ന ആളുകളെല്ലാം മടങ്ങി വരും. അപ്പോൾ ഈ 2 കൂട്ടരും വീണ്ടും ജനിച്ച ആൾക്കാർ തന്നെയാണ്. മൂന്നാമത് പറഞ്ഞ കൂട്ടരോ, അവർ പെസഹായും ചോരത്തളി ആചരിക്കാതെ വന്നവരാ. ഈ മൂന്നാമത് പറഞ്ഞ കൂട്ടം സമ്മിശ്ര ജാതികൾ എന്ന് പറയുന്നത്, അവർ പെസഹായും ചോരത്തളി ആചരിച്ചില്ല. പിന്നെയോ അവർ ചെങ്കടൽ കടന്നവരാ. അവർ ഇസ്രായേലിനോട് ചേർന്ന് ഒരുമിച്ച് നടന്നു പോകുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് 2 കൂട്ടരും പാട്ടൊക്കെ പാടുന്നുണ്ട്, കണ്ടാൽ പോലും തിരിച്ചറിയില്ല. 2 പേരും ഒരുപോലെ സാരി ഉടുത്തേക്കുന്നത്, 2 പേരും ഒരുപോലെ പാൻറ്റും ഷർട്ടും ഇട്ടിരിക്കുന്നത്. എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? 2 കൂട്ടരും പാട്ട് പാടുന്നുണ്ട്. ജീവിതത്തിലെ ചില സന്നിഗ്ധ ഘട്ടം വരുമ്പോഴാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. ചില മാറയുടെ അനുഭവങ്ങൾ. മാറയിൽ 2 ദിവസം ഇവരെല്ലാം തപ്പെടുത്ത് പാട്ട് പാടി. 3-ാം ദിവസമായിട്ടും വെള്ളത്തിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ല. 3-ാം ദിവസം
അവരും കരഞ്ഞു, ഇവരും കരഞ്ഞു. പിന്നീട് കുറേ ദൂരം മുൻപോട്ട് പോയതിന് ശേഷമുള്ളൊരു ഇൻസിഡൻറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതായത് ഈ സമ്മിശ്ര ജാതികൾ ഇറച്ചിക്കലങ്ങളുടെ ചോട്ടിലിരുന്ന് ആ കാര്യങ്ങളെയൊക്കെ ഓർത്തോർത്ത് അയവിറക്കി കഴിഞ്ഞപ്പോൾ അവരിരുന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടപ്പോൾ ഇസ്രായേൽ മക്കളും എന്ത് ചെയ്തു? അതായത് വീണ്ടും ജനിച്ചവനും എന്ത് ചെയ്തു? അവനും കൂടെ അങ്ങ് കരയാൻ തുടങ്ങി. രണ്ട് കൂട്ടരും കൂടെ കരച്ചിൽ ആരംഭിച്ചു. രണ്ട് കൂട്ടരും പറയാണ് ഇറച്ചി വേണമെന്ന്. മറ്റവരാണ് ഇറച്ചിയുടെ ശുശ്രൂഷ ആരംഭിച്ചത്. ആ ശുശ്രൂഷയിൽ ഇവരും പങ്കെടുത്തു. രണ്ട് കൂട്ടരും ഇറച്ചിക്ക് വേണ്ടി കരച്ചിൽ ആരംഭിച്ചു. എന്തായാലും കാടപ്പക്ഷികൾ പറന്നു നിന്നു. രണ്ട് കൂട്ടരും കാടയെ പിടിച്ചു, രണ്ട് കൂട്ടരും തിന്നു. പല്ലിനിടയിലും എല്ലിനിടയിലും ഒക്കെ എല്ലാവരുടെയും ഒരുപോലെ കയറി. ദൈവകോപം വന്നപ്പോഴോ അത് ഒരുപോലെ വന്നു രണ്ടിൻ്റെ മേൽ. സമ്മിശ്ര ജാതിയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ ഒന്നും നോക്കിയില്ല, എല്ലാവരുടെ മേലും ദൈവകോപം വന്നു. അപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പും ഇതിനകത്തുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഇതൊക്കെ ദൈവം അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റുകൾ അടിക്കുമെന്ന് പറഞ്ഞല്ലോ. കാറ്റുകൾ അടിക്കാൻ ദൈവം അനുവദിച്ചു. അതിന് തക്കതായ ആളുകളും ഒക്കെ ആയിട്ട് സാത്താൻ അവിടങ്ങളിൽ അവൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മറു സൈഡിൽ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. നമ്മളും അത് വിശ്വസ്തയോടെ ചെയ്യുന്നു. രണ്ട് കൂട്ടരും വിശ്വസ്തന്മാരാണ് പറഞ്ഞു വന്ന അല്ലേ? ഉപദേശത്തിൻ്റെ ഓരോരോ കാറ്റടിപ്പിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം, അവരത് ചെയ്യുന്നു. അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു കയ്യിൽ വിശ്വാസം എന്ന പരിചയം, മറുകയിൽ ദൈവത്തിൻ്റെ വചനമാകുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയെല്ലാം നേരിടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മളിന്ന് കാണുന്ന മെജോറിറ്റി ശുശ്രൂഷകരും ഈ വക കാര്യത്തോടൊക്കെയുള്ള ബന്ധത്തിൽ വരുമ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? നമ്മളെന്തിനാ ഇതിനകത്തൊക്കെ തലയിടാൻ പോകുന്നത്? ആരെങ്കിലും എന്തെങ്കിലും ഉപദേശമൊക്കെ പറയട്ടെ, കുറച്ച് പേരെ പിടിച്ചോണ്ട് പോകുന്നല്ലേ ഉള്ളൂ, പോകുന്നു പോട്ടെ. ചില സമയത്ത് നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സ് എല്ലാം കാൽവിനിസ്റ്റ് ചിന്താഗതിക്കാരാണ്. ചില സമയത്ത്, എപ്പോഴും അല്ല കേട്ടോ, ചില സമയത്ത്. ഞാൻ കുറേ പാസ്റ്റർമാരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇങ്ങനത്തെ ടോപ്പിക്കും കാര്യങ്ങളും പറഞ്ഞ് ഉടനെ കാൽവിനിസ്റ്റ് ചിന്തയിലേക്ക് പോകും അവർ പറയുന്നത് ദൈവം കണ്ടിട്ടുള്ളതാണ് പിശാച് പിടിക്കില്ലെന്നാണ്. ഈ അപ്പോസ്തലന്മാർ ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത് എന്തിനാ ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്? ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ യൂദ വരുന്നത്. യൂദയുടെ ആ വരവൊക്കെ നിങ്ങളൊന്ന് ആത്മാവിൽ കണ്ടേ. കൊടുങ്കാറ്റ് പോലെയാണ് വരുന്നത് യൂദ. പൗലോസിൻ്റെ ഓരോ ലേഖനങ്ങളും നോക്കി. തീത്തോസിൻ്റെ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ ക്രേത്തരെ കഠിനമായി ശാസിക്കാനൊക്കെയാണ് പറയുന്നത്. അവർ ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരാകേണ്ടതിന് അവരെ കഠിനമായി ശാസിക്കാൻ. ഇങ്ങനെയൊക്കെ അപ്പോസ്തലന്മാർ പറയുന്നത്. ഈ കാൽവിനിസ്റ്റ് ചിന്താഗതി തലയ്ക്കകത്ത് കയറിക്കഴിഞ്ഞാൽ അപ്പോസ്തലന്മാർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? കാൽവിനിസ്റ്റ് ചിന്താഗതി തലയിൽ കയറി കഴിഞ്ഞാൽ പൗലോസ് തീത്തോസിനോട് എന്ത് പറയണം? ക്രേത്തരൊക്കെ എങ്ങനെ ഇരിക്കുന്നു? സുഖമാണോ? ഓക്കെ. അപ്പോൾ തീത്തോസ് പറയാ, ഇവിടെ ഇങ്ങനെയൊക്കെയാ കേട്ടോ, അതൊന്നും സാരമാക്കണ്ട. കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് കൊണ്ടുപോയിക്കോളൂ. നമ്മളായിട്ട് തലയൊന്നും പോകേണ്ട, നമ്മൾ വെറുതെ ഭ്രാന്ത് പിടിക്കണ്ട, നമ്മളെന്തിനാ തലവേദനയ്ക്ക് പോകുന്നത് എന്നാണോ പൗലോസ് പറഞ്ഞത്? പൗലോസ് തീത്തോസിനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ തീത്തോസിൻ്റെ ലേഖനമൊക്കെ നന്നായിട്ട് ധ്യാനിക്കണം കേട്ടോ. എത്ര കൃത്യതയോടെയാ തീത്തോസിനെ പൗലോസ് കാര്യങ്ങളെ ഭരമേൽപ്പിക്കുന്നത്. ക്രേത്തര ആത്മീയത്തിൽ ആരോഗ്യമുള്ളവരായി മാറണം. അതാണ് പൗലോസിൻ്റെ ലക്ഷ്യം. പൗലോസ് തൻ്റെ മിഷൻ യാത്രകളിൽ കടന്നു ചെന്ന് സ്ഥാപിച്ച സഭയാണ് ഈ ക്രേത്തയിലുള്ളത്, അഥവാ ക്രീറ്റിലുള്ള സഭകൾ. അതെല്ലാം പൗലോസ് കഷ്ടപ്പെട്ടതാണ്, വേർപ്പൊഴുക്കിയതാണ്. അവർ ഏതെങ്കിലും കാറ്റത്ത് പറന്നു പോകാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല, താൻ അധ്വാനിച്ചതാണ്, വേർപ്പൊഴുക്കിയതാണ്. ആ ജനം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നിൽക്കണം. അതുപോലെയാണ് പത്രോസും പറയുന്നത്. ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ഒക്കെയുള്ള വിശുദ്ധന്മാരുടെ നടുവിൽ മുന്നമേ പൗലോസ് കടന്നു പോയിട്ടുണ്ട്. അതേ സ്ഥലത്തേക്ക് പത്രോസും കടന്നു വന്നിട്ടുണ്ട്. എന്നിട്ടാണ് അവരോട് പറയുന്നത്, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. സൂക്ഷിക്കണമെന്ന്. ഈ കഴിഞ്ഞ ദിവസം കുറേ സഹോദരങ്ങൾ എനിക്ക് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളുടെ വീഡിയോകളൊക്കെ അയച്ചു തന്നു. പല യൂട്യൂബ് ലിങ്കുകളും അല്ലാതെ വീഡിയോകളും പലരും അയച്ചു തന്നു. അപ്പം അവർ പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സമയമുണ്ടെങ്കിൽ ഒടുക്കം പറഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ എനിക്കിത് അയച്ചു തന്നിട്ട് ഈ സഹോദരങ്ങൾ എന്നോട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? ഈ പറയപ്പെട്ട പ്രഭാഷകരൊക്കെ പെന്തക്കോസ്തുകാരല്ലേ? അവരൊക്കെ അന്യഭാഷയിൽ സംസാരിക്കുന്നവരല്ലേ? അവർ ആത്മാവിൽ ജീവിക്കുന്നവരല്ലേ? അവർ വേദപുസ്തകത്തിൽ നിന്നല്ലേ പ്രസംഗിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഈ സഹോദരങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ അവർ യൂട്യൂബിലെ പ്രസംഗം കേട്ടിട്ടാണ് ഈ പറയുന്നത്. പ്രസംഗകൻ പറയാണ് ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നെന്ന്. ഉടനെ ഇവരങ്ങ് വിശ്വസിക്കുക. അപ്പോൾ എന്താ, സജിപാസിനെ വിശ്വസിക്കാൻ മേലെന്ന് ചോദിച്ചാൽ എനിക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കില്ല.
അതെന്താ തോമസ് ലീഗയായിട്ട് വല്ല ബന്ധമുണ്ടോ? തോമസ് ലീഗയായിട്ട് ബന്ധമുണ്ടായിട്ടല്ല. തോമസ് ലീഗ് പുള്ളി അങ്ങനെ ചാടിക്കയറി വിശ്വസിക്കില്ലല്ലോ. പുള്ളി വിരലൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് വിശ്വസിക്കുകയുള്ളൂ. അതുപോലെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല സഹോദരങ്ങളെ. കാര്യങ്ങളെ അന്വേഷിക്കും, നമ്മൾ ശരിയാമണ്ണം അന്വേഷിക്കും. ആത്മാവിൽ നമുക്ക് ഉത്തമമായ ബോധ്യം ലഭിക്കുന്നില്ല. അപ്പം 4 വഴിയിലൂടെയും നമ്മൾ അന്വേഷിക്കും, കാര്യങ്ങളെ പഠിക്കും. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കൊണ്ടുവരാനായിട്ട് ഒരാഴ്ചത്തെ അധ്വാനമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? നാളുകൾ, മാസങ്ങളായിട്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കാര്യങ്ങൾ. മൂവാറ്റുപുഴയിലെ പ്രൊഫസർ ജോസഫിൻ്റെ കൈ വെട്ടിയ കേസിലെ ഒന്നാം പ്രതി സവാദ് എന്ന് പറയുന്ന ഒരുവൻ, അവൻ NIA വെട്ടിച്ച് ഏതാണ്ട് 10, 18, 20 വർഷം അവൻ പലയിടത്തായിട്ട് ഒളിച്ചു പാർത്തു. ഒടുക്കം കണ്ണൂർ ദീർഘവർഷം പാർക്കുകയാണ്. ഈ 18 വർഷവും NIA അവന് വേണ്ടി വല വിരിച്ചു. അവസാനം NIA കണ്ടുപിടിച്ചു. മോനെ കയറിക്കോ വണ്ടിയിലേക്കെന്ന് പറഞ്ഞു. ഈ 18 വർഷം കൊണ്ട് അവൻ എന്തെല്ലാം രൂപമാറ്റങ്ങൾ വന്നു. അവൻ വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി, അവനെന്തോ പ്ലാസ്റ്റിക് സർജറിയോ എന്തൊക്കെയോ ചെയ്ത് മൊത്തത്തിൽ മാറ്റമൊക്കെ വരുത്തിയായിരുന്നു. എന്നാ മാറ്റം വരുത്തിയെന്ന് പറഞ്ഞാലും ഇതുപോലത്തെ ഏജൻസികൾ കാര്യങ്ങളെ അന്വേഷിക്കുമ്പോൾ അവരുടെ മുമ്പിൽ എന്തെങ്കിലും തുമ്പ് കിട്ടും, അവരതെ പിടിച്ചു കയറും. അതുപോലെ തന്നെയാണ് ഒരു ശുശ്രൂഷകനും. ഒരു കാര്യത്തിൽ സംശയം വന്നാൽ പിന്നെ അത് നമ്മൾ കൈകാര്യം ചെയ്യാനിടും. അതിലേക്ക് ഇൻഫർമേഷൻസ് വന്നുകൊണ്ടിരിക്കും, അതിലേക്ക് എവിഡൻസുകൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് നാളുകൾ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മൾ ചില ഉത്തരങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ള ഉത്തരങ്ങൾ ദൈവമക്കളോട് പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളെയൊക്കെ തുറന്നു പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, പെന്തക്കോസ്തുകാരല്ലാതിരിക്കെ പെന്തക്കോസ്തുകാരെന്നുള്ള ലേബലിൽ പലരും നടക്കുന്നുണ്ട്. പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആൾക്കാരെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അവർ വചനത്തിൽ നിലനിന്ന ആത്മാവിനെ അനുസരിച്ച് ആത്മാവിൽ ജീവിക്കുന്നവരാണെന്ന് ഞാനൊരു സൂചന പറഞ്ഞു. അതുപോലെ തന്നെ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവർ വീണ്ടും ജനനത്തെക്കുറിച്ച് ആധികാരികമായി പറയുന്നവരാണ്. അങ്ങനെ വീണ്ടും ജനനം അതിലേക്ക് അവനെ നയിക്കുന്നത്, വീണ്ടും ജനനത്തിലേക്ക് ഒരുവനെ നയിക്കാൻ വേണ്ടി സുവിശേഷം പ്രസംഗിക്കണം, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തണം എന്ന് തന്നെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നവനെ വിശ്വാസ സ്നാനത്തിന് ഇറക്കണം. ഞാനിതെല്ലാം പറയുമ്പോൾ പലരുടെ ഉള്ളിൽ സംശയം വരും. നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ ചുറ്റോട് ചുറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടിയിലേക്ക് വരാമെന്നേ, തിടുക്കപ്പെടല്ലേ, ഞാൻ ജനറലായിട്ടൊന്ന് പറയട്ടെ. അപ്പോൾ അങ്ങനെ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങി തിരിച്ചവൻ ആത്മസ്നാനം പ്രാപിക്കണമെന്ന് പൂർവന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, അതായത് അപ്പസ്തലന്മാർ. പിന്നീട് പെന്തിക്കോസിൻ്റെ പിതാക്കന്മാരും അത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ പലരും ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷകളിൽ ആരാധിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ വചനം അനുസരിച്ച് ആ ജയജീവിതത്തിലേക്ക് വരണം. നമ്മൾ വചനം പഠിച്ച ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്? നാം കുഞ്ഞാടിൻ്റെ നിയുക്ത മണവാട്ടിയാണ്. നമ്മുടെ ഒരുക്കം പൂർത്തിയാകുമ്പോൾ കാഹളം ധരിച്ച് മണവാളൻ വന്ന് നമ്മെ കൂട്ടിച്ചേർക്കും. അതുപോലെ തന്നെ ജയിക്കുന്നവർ മാത്രമാണ് കുഞ്ഞാടിനോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കുന്നവരാണ്. ഈ കഴിഞ്ഞ ദിവസം ചില ഭദ്രതാവാദക്കാരായ ആളുകൾ പറയാനിടയായൊരു കാര്യമാണ്, അവർ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. നിങ്ങളങ്ങനെയാണോ എന്നാണ് ചോദിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഭദ്രതയും വാദമൊക്കെ കൊണ്ടുവരുന്നതിന് എത്രയോ കാലങ്ങൾ മുമ്പ് പെന്തക്കോസിൻ്റെ പൂർവന്മാർ സത്യവിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് വില കൊടുത്ത് കഷ്ടം സഹിച്ച് ഈ മലയാളക്കരയിൽ മലങ്കരയുടെ മണ്ണിൽ ഈ സത്യോപദേശം സ്ഥാപിച്ചതാ. ഇപ്പോൾ ഏതോ മീശ കിളുക്കാത്തവനോ മീശ വടിച്ചവനോ ഒക്കെ വന്ന് പെന്തക്കോസുകാരെ ചുമ്മാ പേടിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പേടിച്ചു പോകുന്നവരല്ല. ഈ സമൂഹത്തിനകത്ത് നിന്ന് ശക്തമായ മറുപടികൾ തരാൻ ശേഷിയുള്ള ദൈവത്തിൻ്റെ ഭൃത്യന്മാരിവിടെയുണ്ട്. അതായത് അവരുടെ തിയോളജി അവതരിപ്പിക്കുമ്പോൾ അവർ പറയുന്നത്, അതായത് 5 മേജർ പോയിന്റ്സ് അവർ പറയുകയാണ്. ആ കാര്യങ്ങളാണ് നമ്മളോട് ചോദിച്ചത്. അവരിത് കണ്ടെത്തുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പെന്തക്കോസ് സമൂഹം ഈ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതായത് ശ്രീമാൻ കാൽവിനും ഷിംഗ്ലിയും ഒക്കെ കൊണ്ടുവന്ന റിഫോംഡ് തിയോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. ആ കാലഘട്ടത്തിൽ അവർ പറഞ്ഞൊരു കാര്യമാണ് സോളാ സ്ക്രിപ്ചറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ അലോൺ, അതായത് സ്ക്രിപ്ചറാണ് എല്ലാത്തിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ളതാണ്. അത് വിശ്വസിക്കുന്നവരല്ലേ പെന്തക്കോസുകാർ. ഈ ഒരു പുസ്തകം മാത്രമായിട്ടല്ലേ വലിയ അമ്പരചുംബികളായ പള്ളികളിൽ നിന്നൊക്കെ പൂർവന്മാർ ഇറങ്ങി വന്നത് അല്ലേ? ഈ വിശുദ്ധ തിരുവെഴുത്തുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് ലഭിക്കപ്പെട്ട വെളിപ്പാടുകളും ബോധ്യങ്ങളും അനുസരിച്ച് ഇറങ്ങി വന്നവരാ. ഈ കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ് സമൂഹങ്ങളിലുള്ള ആളുകൾ നമ്മളെ കളിയാക്കാറുണ്ട്. ഈ കാത്തലിക് ആൻഡ് ഓർത്തഡോക്സ് സമൂഹത്തിലെ ആളുകൾ നമ്മളെ കളിയാക്കാറുണ്ട് സോളാ സ്ക്രിപ്ചറ എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ.
അതായത് സ്ക്രിപ്ചർ എലോൺ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് എന്നാണെന്നറിയാവോ? ഇവർക്ക് വേദപുസ്തകം മാത്രമേ ഉള്ളൂ. മലയാള മനോരമ ഇവരൊരിക്കലും വായിക്കില്ല, ഇന്ത്യൻ എക്സ്പ്രസ്സും വായിക്കില്ല, ഇവരൊന്നും വായിക്കില്ല. സോളാ സ്ക്രിപ്ചറ, ബൈബിൾ മാത്രമേ വായിക്കൂ, ബൈബിളിൽ നിന്ന് മാത്രമേ സംസാരിക്കൂ. അങ്ങനെയാണ് ആ കൂട്ടർ ചിന്തിക്കുന്നത്. ഇവരോടൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് എനിക്കറിയില്ല. വലിയ പാടാണ് ഇവരോടൊക്കെ പറയാൻ. അതായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവെഴുത്താണ്. ഈ വിശുദ്ധ തിരുവെഴുത്ത് വെച്ചാണ് ദൈവം എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്തത്. തൻ്റെ വചനം വെച്ചാണ് ന്യായവിധി, എല്ലാ കാര്യങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ഈ സ്ക്രിപ്ചറാണെന്ന് പറയുന്നത്. അപ്പോൾ കാലങ്ങളായി നമ്മൾ ഈ സോളാ സ്ക്രിപ്ചറ എന്ന് പറയുന്ന കാര്യത്തിൽ ഊന്നി നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അതേസമയം പഠനത്തിനും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ മറ്റെല്ലാ പുസ്തകങ്ങളും ചരിത്രരേഖകളെല്ലാം പരതുന്നവരാണ്. റഫറൻസിന് വേണ്ടി എല്ലാ ഗ്രന്ഥങ്ങളും കാര്യങ്ങളും നോട്ട്സും ചരിത്രത്തിൻ്റെ എവിഡൻസുകൾ എല്ലാം എടുത്ത് പരിശോധിക്കും. അതെല്ലാം എടുത്ത് പരിശോധിക്കാതെ കാര്യങ്ങളെ പറയാൻ പറ്റുമോ? അതൊക്കെ ചെയ്യും. അടുത്ത കാര്യം പറയുന്നത് സോളാ ഗ്രേഷ്യ സാൽവേഷൻ ഈസ് ബൈ ഗ്രേസ് അലോൺ, അതായത് കൃപയാലാണ് രക്ഷ. പിന്നെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്ന ആൾക്കാരാ? കൃപയാലല്ലെന്നാണോ പഠിപ്പിക്കുന്നത്? അടുത്ത എന്താ പറയുന്നത്? സോളാ, അതായത് സാൽവേഷൻ ഈസ് ബൈ ഫെയ്ത്ത് അലോൺ. സാൽവേഷൻ എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്, വിശ്വാസം മൂലം മാത്രം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ അങ്ങനെ പറയുന്ന ആൾക്കാരല്ലേ? അടുത്ത എന്താ? സോളാ ക്രിസ്റ്റോസ്, അതായത് ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്നുള്ള കാര്യമാണ് അവിടെ ഊന്നി പറയുന്നത്. അടുത്ത തന്നെ സോളി ഡിയോ ഗ്ലോറിയ, അതായത് എല്ലാ മഹത്വവും ദൈവത്തിനെന്നുള്ളതാണ്, എല്ലാ മഹത്വവും. ഈ പറയപ്പെട്ട 5 കാര്യവും എത്രയോ കാലങ്ങളായി നമ്മുടെ പൂർവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ദൈവദാസന്മാരെല്ലാം അത് തന്നെ പറയുന്നവരല്ലേ. നമ്മൾ കൃപയാൽ വിശ്വാസം മൂലം നീതീകരിക്കപ്പെടുക എന്ന വിഷയം പഠിപ്പിക്കുന്ന ആൾക്കാരാണ് പെന്തക്കോസ്തരായ നമ്മൾ. വിശ്വാസത്താലാണ് നീതീകരണം, പ്രവൃത്തിയാലല്ല. നമ്മൾ ആരും പ്രവൃത്തിയാൽ നീതീകരണം ഉണ്ടെന്ന് പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നവരല്ല. അങ്ങനെ ഏതെങ്കിലും ശുശ്രൂഷകരെ പഠിപ്പിക്കാറുണ്ടോ? എന്നാൽ ചില ശുശ്രൂഷകന്മാർ കണ്ണടഞ്ഞു പോയവരും ഉറക്കം തൂങ്ങിപ്പോയവരും മയക്കം പിടിച്ചവരുമായവർ ആളുകളെ സുവിശേഷം പറഞ്ഞ് വിശ്വാസ വഴിയിൽ കൊണ്ടുവരാതെ അവരെ ഡയറക്റ്റ് സ്നാനപ്പെടുത്തി ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയാലുള്ള വിശ്വാസത്തിലേക്ക് പോകും. വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കണമെങ്കിൽ സുവിശേഷം ഘോഷിക്കണം, സുവിശേഷം അവൻ്റെ ഉള്ളിൽ വന്ന് സ്പർശിക്കണം, അവനെ ഹിറ്റ് ചെയ്യണം. നമ്മളത് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനൊന്നും മെനക്കെടുന്നില്ല. അങ്ങനെ സുവിശേഷം ഘോഷിച്ച്, അതായത് ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിച്ച് ജനത്തിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം അങ്കുരിപ്പിക്കുന്ന ആ ഒരു രീതിയാണ് അപ്പോസ്തലന്മാർ ചെയ്തത്. അതേ കാര്യങ്ങൾ തന്നെയാണ് കാലങ്ങളായി പെന്തക്കോസ്ത് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വഴിതെറ്റിയിട്ടുണ്ട്, നിശ്ചയമായും വഴിതെറ്റിയിട്ടുണ്ട്. ആ സത്യസുവിശേഷം ഇന്ന് വ്യാപകമായി പ്രസംഗിക്കപ്പെടുന്നില്ല, ഘോഷിക്കപ്പെടുന്നില്ല. പെന്തക്കോസ്ത് കൺവെൻഷനുകൾ, ഉണർവ് യോഗങ്ങൾ, ഉപവാസ പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറിയ പങ്ക് കേൾക്കുന്നത് വിടുതലുകളെ കുറിച്ചാണ്. അതായത് കടന്നു വരുന്ന ജനത്തെ ആശ്വസിപ്പിക്കുക, അതായത് ക്രിസ്തുവിൻ്റെ കമ്പാഷൻ വെളിപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ജനത്തെ ശിഷ്യത്വത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നില്ല. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്നേ മറന്നുപോയി. അപ്പം മെജോറിറ്റിയും ഇന്ന് കറക്റ്റായൊരു ശുശ്രൂഷയിലല്ല. അത് ഞാൻ തല കുനിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. ശരിയാവണ്ണം സുവിശേഷം ഘോഷിക്കപ്പെടുന്നില്ല, ശരിയാവണ്ണമുള്ള ടീച്ചിങ്ങുകൾ, പത്യോപദേശം വെളിപ്പെടുന്നില്ല, വചനം ശരിയാവണ്ണം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതായത് ശുശ്രൂഷകർ മുൻപിൽ നിന്ന് നയിക്കണം ജനത്തെ. അങ്ങനെ നയിച്ചു കൊണ്ടുപോയി ഇരുളടഞ്ഞ പാതയിലൂടെയൊക്കെ അവർ കരം പിടിച്ചു കൊണ്ടുപോകണം. പാതയില്ലാത്ത ഇടങ്ങളിൽ പാത വെട്ടി അവരെ കൈപിടിച്ചു കൊണ്ടുപോകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇന്ന് അധികം കാണാനില്ലാത്തത് കൊണ്ട് ശത്രുവായവൻ എന്ത് ചെയ്യുന്നു? വല വയ്ക്കുന്നു. അവിടെ ഇവിടങ്ങളിൽ നവീനങ്ങളായ ഉപദേശങ്ങളുമായി വരുന്നു, മധുര വാക്കുകൾ പറയുന്നു, മധുരമായ വാക്കുകൾ. ഒരുപക്ഷെ നിങ്ങൾ കൂടുന്ന കൂട്ടായ്മയിൽ സഭായോഗത്തിന് കടന്നു ചെല്ലുമ്പോൾ അവിടെ സ്തോത്രകാഴ്ച കാണും. അവിടെ ദശാംശത്തെക്കുറിച്ച് പറയുമോ അല്ലെ ദശാംശം വാങ്ങുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ പറയുന്ന നവീന പെന്തിക്കോസ്തുകാർ ഒരുപക്ഷെ സ്തോത്രകാഴ്ച വാങ്ങുന്നുണ്ടാവില്ല, ദശാംശത്തെക്കുറിച്ച് പറയുന്നോ ദശാംശം വാങ്ങുന്നോ ഉണ്ടാകില്ല. ഏതെങ്കിലും വിധത്തിൽ ജനത്തെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ കൈകാര്യം ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ് ഈ വിശ്വാസികൾ എങ്ങനെയാണ് വേഗം വഞ്ചിക്കപ്പെടുന്നത്, എങ്ങനെയാണ് അവരെ ആളുകൾ പറ്റിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്. ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ ചെരുപ്പിടാതെ വരുന്നു, ചെരുപ്പില്ല, മുണ്ടെടുക്കുന്നു, ചെരുപ്പില്ല. ഉടനെ വിശ്വാസികൾ അങ്ങ് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഓ മൈ ഗാഡ്, ആ പാസ്റ്റർ ചെരുപ്പിടാതെയാണ് സെക്കൻഡ് ക്ലാസ് AC-യിലും ഫ്ലൈറ്റിലാണേലും ബിസിനസ് ക്ലാസ്സിലാണേലും പുള്ളി ചെരുപ്പിടാതെ ഇരിക്കുന്നത്. മൈ ഗാഡ്,
ചെരുപ്പിടാതെ. ഉടനെ നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുക. മറ്റേ പാസ്റ്ററോ പുള്ളി മുണ്ട് മാത്രമേ ഉടുക്കൂ, അപ്പം നമ്മൾ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ മറ്റേ പാസ്റ്റർ വൈകിട്ട് കഞ്ഞി മാത്രമേ കുടിക്കൂ. ബാക്കി പാസ്റ്റർമാരൊക്കെ 3 നേരം ബിരിയാണി മാത്രം തിന്നുകൊണ്ടിരിക്കുമ്പോൾ മൂക്കുമുട്ട തിന്നുകയാണല്ലോ. അപ്പോൾ ഈ പാസ്റ്റർ കഞ്ഞി മാത്രം കുടിക്കുന്നു. അപ്പോൾ നമ്മളങ്ങ് ചിന്തിക്കുകയാണ്, എന്തൊരു താഴ്മ, എന്തൊരു വിനയം. പിന്നെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് ആ പാസ്റ്റർ പറയും, എന്നെ പാസ്റ്റർ ഒന്ന് വിളിക്കരുത്, എനിക്ക് ഭയങ്കര വിഷമം അത് കേൾക്കുന്നത്, എന്നെ ബ്രദറെന്ന് വിളിക്കണം. പിന്നെ പറയും ചേട്ടാന്ന് വിളിക്കണം, എന്നെ അച്ചായാന്ന് വിളിച്ചോ, എടാന്ന് വിളിച്ചോ, പോടാന്ന് വിളിച്ചോ, അങ്ങനെയൊക്കെ വിളിച്ചോ. ഉടനെ പെണ്ണുങ്ങളെല്ലാം എൻ്റെ ദൈവമേ, അയ്യോ എന്നാ താഴ്മയ. പിന്നെ വേറെ ചില ആൾക്കാർ അവരുടെ മെസ്സേജുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ഈ പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവർ പണമൊന്നും ആരോടും വാങ്ങില്ല. പണമൊന്നും വാങ്ങില്ല. ഉടനെ ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുക. അവരുടെ അക്കൗണ്ട് നമ്പർ ഒന്നും ആർക്കും കൊടുക്കില്ല, അവരാരോടും ഒന്നും പറയില്ല. ഉടനെ ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെടുക. ഉടനെ അവർ 4 ആളോട് പറയും, കേട്ടോ ഇന്ന സ്ഥലത്തൊരു പാസ്റ്റർ ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ, ആ പുള്ളിയുടെ അക്കൗണ്ട് നമ്പറും കൊടുക്കില്ല ആർക്കും, അയാൾ ആരോടും പണവും ചോദിക്കില്ല, ആരോടും പണവും മേടിക്കില്ല. ഉടനെ അട്രാക്റ്റ് ചെയ്യപ്പെടുക. ചെരുപ്പില്ലാത്തവനെ കാണുമ്പോൾ ഉടനെ അട്രാക്റ്റ് ചെയ്യപ്പെടുക. മുണ്ടെടുത്തവനെ കാണുമ്പോൾ അട്രാക്റ്റ് ചെയ്യപ്പെടുക. കീറിയ പാൻറ്റിട്ടവനെ കണ്ട് അട്രാക്റ്റ് ചെയ്യപ്പെടുക. കഞ്ഞി കുടിക്കുന്നവനെ കാണുമ്പോൾ അട്രാക്റ്റ് ചെയ്യപ്പെടുക. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊന്നും മിണ്ടാതെ, അക്കൗണ്ട് നമ്പറും ഇല്ല, ബാങ്ക് അക്കൗണ്ടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഭയങ്കര അട്രാക്ഷനാണ്. സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടാൻ ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ, ഒത്തിരി നേരമൊന്നും വേണ്ട. ഇതൊന്നുമല്ല ഒരു ദൈവദാസൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണോ എന്ന് നോക്കണം, അവൻ വചനം മറിക്കുന്നവനാണോ നിങ്ങൾ നോക്കണം. ഇതിൽ ഒടുക്കം പറഞ്ഞ കാര്യം എന്നോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അതൊന്നും കണ്ടിട്ടൊന്നുമല്ല നിങ്ങൾ സജിപ്പാസിൻ്റെ കൂടെ കൂട്ടുകൂടേണ്ടത്. നിങ്ങൾ ചതിക്കപ്പെടും, നിങ്ങൾ വഞ്ചിക്കപ്പെടും. അതാണ് ഒരു ശുശ്രൂഷകൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. പബ്ലിക്കലി പണത്തെക്കുറിച്ചൊന്നും പറയില്ല, അക്കൗണ്ട് നമ്പർ ഇല്ല, അതില്ല, ഇതില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എങ്ങനെയാണ് അയാൾ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നത്? അവൻ പഥ്യോപദേശത്തിന് വേണ്ടി നിൽക്കുന്നവനാണോ എന്ന് നിങ്ങൾ വിവേചിക്കണം. അവൻ്റെ മെസ്സേജുകളെല്ലാം ജനത്തെ പുതിയ ഭൂമിയിൽ എത്തിക്കുന്നുണ്ടോ? പുതിയ ഭൂമിയിൽ വെളിപ്പെടാൻ പോകുന്ന പുതിയ യെരൂശലേമിലേക്കാണോ എത്തിക്കുന്നത്? ആ ശുശ്രൂഷകന്റെ ശുശ്രൂഷ നിമിത്തം കേൾവിക്കാരായ ശുശ്രൂഷ അനുഭവിക്കുന്നവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന നിലയിൽ പരുവപ്പെടുന്നുണ്ടോ? ആ ശുശ്രൂഷകന്റെ ശുശ്രൂഷ നിമിത്തം ജനത്തിന്റെ ചുമലിലേക്ക് ക്രൂശ് വരുന്നുണ്ടോ? ഈ ആർക്കും അക്കൗണ്ട് നമ്പറും കൊടുക്കുന്നില്ല, ആരോടും പൈസയും മേടിക്കുന്നില്ല. പണത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പുള്ളി മുഖം തിരിക്കും. അങ്ങനെയൊക്കെ തിരിച്ചതുകൊണ്ടൊന്നും പുള്ളി ആത്മീയനാകുന്നില്ലെന്നേ. അദ്ദേഹത്തിൻ്റെ ചുമലിൽ ക്രൂശുണ്ടോ? അദ്ദേഹം നുകത്തിൻ കീഴിലാണോ? അദ്ദേഹം ഇടുക്കുവാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തുന്നവനാണോ? വിശ്വാസത്തിൻ്റെ മർമ്മം സൂക്ഷിക്കുന്നവനാണോ? കയ്യിൽ ബാറ്റണുണ്ടോ? ഇങ്ങനെ അനവധി കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരാളെ ഒരു ശുശ്രൂഷകനെന്ന് കാണുന്നത്. ഇപ്പം നമ്മൾ ഈ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എന്നെ പലപ്പോഴും വിളിച്ചിട്ടൊക്കെ ഉണ്ട്. പാസ്റ്ററെ പോലെ ഒരു പാസ്റ്ററെ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ എനിക്കറിയാം, മലവെള്ളം പോലെ അങ്ങ് പോകുന്നു. അങ്ങനെ എത്രയോ പേര് പറയുന്നു. അവർ ഈ ബാഹ്യമായ കാര്യങ്ങൾ കണ്ടിട്ടും ചില വാക്കുകളെയൊക്കെ മുൻനിർത്തിക്കൊണ്ടൊക്കെയാണ് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു വരുന്നത്. അങ്ങനെയാണ് വഞ്ചിക്കപ്പെടുന്നത്. ഒരു പാസ്റ്ററുടെ ബാഹ്യമായ കാര്യങ്ങൾ വെച്ചിട്ടല്ല നമ്മൾ എല്ലാ കാര്യങ്ങളെയും വിലയിരുത്തേണ്ടത്. അയാൾ നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണ്? അയാൾ ചർച്ച് പൊളിക്കുന്നവനാണോ? ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. കഴിഞ്ഞ 2 ആഴ്ച ഞാൻ പ്രസംഗിച്ചത് ഒരു രക്ഷാഭദ്രതാ വാദക്കാരൻ, പ്രസിദ്ധനായ ഒരാൾ ചർച്ച് പൊളിക്കുന്ന ഒരു ഉപദേശിയെക്കുറിച്ച്. പേര് പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ, പേരൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോണം. പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ചർച്ചുകൾ പലയിടത്തായിട്ട് പൊളിച്ചിട്ടുണ്ട്. ആ പൊളിയപ്പെട്ട ചർച്ചുകളുടെ പാസ്റ്റർമാർ എൻ്റെ അടുക്കൽ സങ്കടപൂർവ്വം സംസാരിച്ചിട്ടുണ്ട്. തങ്ങൾ ദീർഘനാള് കണ്ണുനീരും വേർപ്പുമായിട്ട് നടന്ന് അധ്വാനിച്ച് കൊണ്ടുവന്ന ആത്മാക്കളെ ചുമ്മാ നിമിഷ നേരം കൊണ്ടാണ് അടർത്തിയെടുത്തോണ്ട് പോകുന്നത്. എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? നിങ്ങൾ കൂടി വരുന്നത് ആരാധനയ്ക്കാണോ? അത് അപ്പം നുറുക്കാനാണോ? പിന്നെ എന്നാ പെന്തിക്കോസുകാരെന്തിനാ മീശ പഠിക്കുന്നത്? പെന്തിക്കോസുകാരെന്തിനാ വെള്ളസാരി കൊടുക്കുന്നത്? പെന്തിക്കോസുകാരെന്തിനാ ഈ ഞാത്തൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നത്? ഈ ബാഹ്യാലങ്കാരങ്ങളൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്നത്? അതിന് വചനമുണ്ടോ? ഇങ്ങനെ 10 ചോദ്യം ചോദിക്കുന്നത്. അവർ നോക്കിയപ്പോൾ വചനത്തിലൊന്നുമില്ല, ഈ പുള്ളിയുടെ പുറകെ അങ്ങ് പോവുക. അങ്ങനെ ഓരോ പുള്ളികളുടെയും പുറകെ ഓരോരുത്തർ പോവുക. അങ്ങനെ പോകുന്ന എല്ലാവർക്കും ഉള്ള മുന്നറിയിപ്പ് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസൻ തരിക. കുറിച്ചു വെച്ചോ. അവസാനം
ദൈവസഭകളിൽ ഇന്ന് കൃത്യമായി വചനം പഠിപ്പിക്കുന്നില്ല, അത് ഞാൻ സമ്മതിച്ചു. ജീവിത വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഉപദേശ വിശുദ്ധിക്ക് പല കാര്യത്തിലും കുറവുകളുണ്ട്. ദൈവസഭകളിലെല്ലാം അങ്ങനെ തന്നെയാണ്. നമ്മളെ ഇവിടെ കേൾക്കുന്ന ഒത്തിരി സഹോദരങ്ങളുമായിട്ട് എനിക്ക് അടുപ്പമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എൻ്റെ വിചാരണയിലുള്ള വിശ്വാസികളുണ്ട്. ഞാനുമായിട്ട് വളരെ അടുപ്പവും അവരെന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് ഒരുമിച്ച് സഹകരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അങ്ങനെയുള്ള പലരും പോകുന്ന ചർച്ചുകളിൽ ശരിയാവണ്ണമുള്ള ശുശ്രൂഷകളോ കാര്യങ്ങളോ അല്ല നടക്കുന്നത്. അവിടെ ശുശ്രൂഷകർ പലരും മന്ദതയിലാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു സമയത്ത് അവർ അധ്വാനിച്ചവരാ. അങ്ങനെയാണ് ഇവരെ ഈ വിശ്വാസ വഴിയിലേക്ക് കൊണ്ടുവന്നത്. നമുക്ക് ക്ഷണനേരം മതി ഇവരെയൊക്കെ പിടിച്ചോണ്ട് പോരാൻ. അത് പൊളിച്ച് ഒരു 4 ചുവറിനിടയ്ക്കായിട്ട് ഇവരെ കൊണ്ടുവന്ന് വെച്ചിട്ട് വേറൊരു സഭ തുടങ്ങാം. പക്ഷെ നമ്മളെന്താ അങ്ങനെ ചെയ്യാത്തത്? ഈ മനുഷ്യർക്ക് വേണ്ടുന്ന ആത്മീയ ആഹാരം നമ്മൾ കൊടുക്കുകയല്ലേ, ബുദ്ധിപദേശങ്ങൾ കൊടുക്കുകയല്ലേ. അവരാ കൂട്ടായ്മയിൽ പോട്ടെ, അവർക്ക് ബുദ്ധിപദേശം കൊടുക്കുക. അതുപോലെ ചില പുള്ളികൾ പറയുന്ന കാര്യമാണ്, നിങ്ങൾ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലൊന്നും പോകരുത്, ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് വരാനാണ് പറയുന്നത്. ഞങ്ങൾ നന്നായിട്ട് പഠിപ്പിച്ചെടുക്കാം, നിങ്ങളെ കൊണ്ടുപോകാം സ്വർഗത്തിലേക്ക് എന്നാണ് പറയുന്നത്. ഓൺലൈൻ മീറ്റിംഗ് വന്ന് കേട്ടോ, അതിന് വിരോധമില്ല. ആ ഫെലോഷിപ്പ് എന്തിനാ മുറിക്കുന്നത്? അവരാ ദൈവദാസനും ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ തുടരട്ടെ. ദൈവത്തിനൊരു പദ്ധതി കാണില്ലേ, ആ പദ്ധതിയിൽ അവർ മുൻപോട്ട് പോകട്ടെ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എത്രയോ സഹോദരങ്ങൾ വചനത്തിൻ്റെ എത്രയോ ആഴങ്ങൾ പഠിച്ചവരാ. പക്ഷെ അവരൊന്നും അവരുടെ ആ കൂട്ടായ്മകളിൽ നിന്നല്ല പഠിച്ചത്. ഗൗരവമായ അനവധി കാര്യങ്ങളാണ് പഠിച്ചത്. പാപത്തെക്കുറിച്ച് നമ്മൾ ദീർഘമായി പ്രസംഗിച്ചില്ലേ, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചും നമ്മുടെ സൺഡേ മീറ്റിങ്ങിൽ. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ആരാധന എന്ന് പറയുന്നൊരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. നൃത്തം എന്ന് പറയുന്നൊരു വിഷയത്തെക്കുറിച്ചൊക്കെ നമ്മളവിടെ തുറന്ന് സംസാരിച്ചില്ലേ. ഇവിടെ നമ്മൾ പൗലോസിൻ്റെ മിഷൻ യാത്രകളെക്കുറിച്ച് പറഞ്ഞു. 1-ാം മിഷൻ യാത്ര, 2-ാം മിഷൻ യാത്ര, 3-ാം മിഷൻ യാത്ര നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ യാത്രകളിലൂടെ സുവിശേഷം അറിയിച്ചതും സുവിശേഷത്തിൻ്റെ ആഴവും, അതായത് രക്ഷയെക്കുറിച്ചുള്ള ആഴമേറിയ കാര്യങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ നിലയിലൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ലെന്ന്. ശരിക്കും ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തരുന്നത് പോലെ തന്നല്ലോ എന്ന്. വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനൊക്കെ എത്ര സമയമെടുത്താണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയത്. ടാബർനാക്കലിൻ്റെ പിക്ചറൊക്കെ വെച്ചുകൊണ്ട്, അതായത് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട്, അവിടെ കണ്ട യാഗപീഠവും താമ്രത്തൊട്ടിയൊക്കെ അടുപ്പിച്ച് നിർത്തിക്കൊണ്ട് വിശ്വാസത്താലുള്ള നീതീകരണവും വിശ്വാസ സ്നാനവും ചേർത്ത് വെച്ച് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ വർധനവിന് ധാരാളമല്ലേ ആ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആത്മീയത്തിൽ വളർന്നു വന്ന് നിങ്ങളായിരിക്കുന്ന ആ കൂട്ടായ്മകളിൽ നിങ്ങൾ സഫലന്മാരാകണം. അതായത് ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളെ ഒന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്നൊക്കെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക, അതൊന്നും പെന്തക്കോസ്റ്റ് ചർച്ചുകളെ അല്ല ഞാൻ പറയുന്നത്. ഇവിടുത്തെ വ്യവസ്ഥാപിത പെന്തക്കോസ്റ്റ് ചർച്ചുകൾ, ആ ചർച്ചുകൾ പലതും ഉറക്കത്തിലാണ്. ഞാൻ സമ്മതിക്കുന്നു, തലകുനിക്കുന്നു. ആത്മീയരേക്കാൾ കൂടുതൽ ജഡികന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. സമ്മിശ്ര ജാതികൾ ധാരാളമുണ്ട്. പല നേരം പോക്കുകളും കോമാളിത്തരങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കണ്ടിരിക്കുന്നത് എന്തിനാ? നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് എന്തിനാ? നിങ്ങൾ വചനം കേട്ട് വചനത്തിൽ ബലപ്പെട്ട ആത്മാവിൽ ശക്തി ധരിച്ച് ആ കൂട്ടായ്മകളുടെ നടുവിൽ നിങ്ങൾ ആ കൂട്ടായ്മയ്ക്ക് അനുഗ്രഹമായി മാറണം. നിങ്ങൾ അനുഗ്രഹമായി മാറണം. നിങ്ങളുടെ സാന്നിധ്യ നിമിത്തം കൂട്ടുവിശ്വാസികളും ആ ശുശ്രൂഷകൻ്റെ ഒക്കെ കണ്ണ് തുറക്കാൻ ഇടയാകണം. ഞാൻ ആഗ്രഹിക്കുന്നതാ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹം മുഴുവനും വചനത്തിലേക്ക് മടങ്ങി വരണം. ആ പണ്ടേയുള്ള നല്ല കാലത്തിലേക്ക് മടങ്ങി വരണം. അതെല്ലാം പൊളിച്ചിട്ട് പുതിയൊരു സംഘടന തുടങ്ങാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഉള്ളതെല്ലാം പൊളിച്ചിട്ട് പുതിയൊരു സംഘടന തുടങ്ങാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. സംഘടനയൊക്കെ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. ഈ സമൂഹത്തിൻ്റെ നടുവിലേക്ക് ഒരു ഉണർവ് കടന്നു വരണം. വചനത്തിന് വേണ്ടി ഒരു ദാഹം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ജനം, സത്യാരാധന ശരിയാവണ്ണം വെളിപ്പെടണം. അതിൻ്റെ ആഴങ്ങൾ ജനത്തിന് ബോധ്യപ്പെടണം. മലയാളക്കരയിൽ മാത്രമല്ല, മലയാളക്കരയിൽ നിന്ന് ലോകമെമ്പാടും ദൈവം അയച്ചിട്ടുള്ള സകല മനുഷ്യരിലേക്കും ആ ഉണർവിൻ്റെ ശക്തി കടന്നു വരണം. അവർ ആത്മാവിൽ നവീകരിക്കപ്പെടണം, പുതുക്കം പ്രാപിക്കണം. അങ്ങനെ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി മാറണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ പൊളിക്കുക എന്നുള്ളതല്ല ആഗ്രഹിക്കുന്നത്. ചിലർ അയച്ചു തന്നിരിക്കുക, ഞാൻ എന്തുകൊണ്ട് IPC വിട്ടു. അതും ഞങ്ങളെ എന്തിനാ അറിയിക്കുന്നത്? ഞാൻ എന്തുകൊണ്ട് AG വിട്ടു. നിങ്ങൾ AG വിട്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങൾ AG വിട്ടെന്ന് ഓർത്ത് AG അടച്ചു പൂട്ടുവോ? AG എന്ന് പറഞ്ഞാൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹം.
ഏതോ ഒരു പുള്ളി പോയതുകൊണ്ട് അസംബ്ലീസോട് സമൂഹത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ചിന്തിക്കുക, കഷ്ടമായിപ്പോയി, നമുക്കിത് പൂട്ടിയേക്കാം, ഇനി എന്തിനാ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെയല്ലാണോ? പോയവർ പോവുക, അത്ര തന്നെ. ഇതൊന്നും മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കാതിരിക്കുക, ആളെ കൂട്ടാനും പരിപാടിക്കൊക്കെ വേണ്ടി. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? പെന്തക്കോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞു വന്നത്. ഞാൻ എന്തുകൊണ്ട് AG വിട്ടു, IPC വിട്ടു, അങ്ങനെയൊക്കെ ഒത്തിരി ആൾക്കാർ രംഗത്ത് വരും. അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ AG IPC ഒക്കെ വിടാനായിട്ട് എടുത്ത് ചാടി അവസാനം കുഴിക്കകത്ത് പോയി ചാടരുത്. മലയാളക്കരയിൽ പെന്തക്കോസ്റ്റ് മുന്നേറ്റം ഉണ്ടായത്, ശരിക്കും അതിൻ്റെ ഒരു ആദ്യ വിത്ത് വീണു എന്ന് പറയാവുന്നത് കൊട്ടാരക്കര തൃക്കണമംഗലാണ്. അതായത് ബ്രദറൻ കൺവെൻഷനിൽ ജോർജ് ബർജസ് എന്ന് പറയുന്ന സായിപ്പ് അന്യഭാഷാ ഭാഷണത്തോടുകൂടി മലയാളക്കരയിൽ പെന്തക്കോസ്റ്റിൻ്റെ ഒരു വിത്തിട്ടെന്ന് വേണേൽ നമുക്ക് പറയാം. പിന്നീട് മലയാളക്കരയിൽ അങ്ങിങ്ങായി പെന്തക്കോസ്റ്റ് മിഷണറിമാർ കടന്നു വന്ന് പെന്തക്കോസ്റ്റിൻ്റെ സന്ദേശം അറിയിച്ചു. എന്താ അവരെ അറിയിച്ചത്? ഈ പറയപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലമുള്ള രക്ഷ, ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത, അതുപോലെ ക്രിസ്തുവിലൂടെ മാത്രമുള്ള രക്ഷ, സകല മഹത്വവും വലിയവനായ ദൈവത്തിന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിപ്പിച്ചു. അതിനനുസരിച്ച് ജനം പുറത്തിറങ്ങി വന്നു. അവരുടെ കൂടിവരവുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനങ്ങളുണ്ടായി, വലിയ പ്രവർത്തനങ്ങൾ. അങ്ങനെ മലയാളക്കരയിൽ അവിടെ ഇവിടങ്ങളിലൊക്കെ ഉണർവുകളുണ്ടായി. അങ്ങനെ 2 പ്രസിദ്ധമായ ഉണർവുകളാണ് തുവിയൂരും പൂവത്തൂരും ഉണ്ടായത്. ആ ഉണർവുകളിലൂടെയൊക്കെ ധാരാളം പേര് വിശ്വാസ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മലയാളക്കരയിൽ വചനം വെളിപ്പെടുകയായിരുന്നു. ആത്മാവിൻ്റെ ശക്തി വെളിപ്പെട്ടു. ആറന്മുളയിലും ഇടയാറന്മുളയിലും ഒക്കെ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ കടന്നു വന്ന്, അതായത് അങ്ങ് തിരുനെൽവേലിയിൽ നിന്ന് ART അതിശയം എന്ന് പറയുന്ന ഭക്തനായ ദേവദാസൻ കടന്നു വന്ന് അവിടെ പൂർവന്മാരായ പിതാക്കന്മാരെ ഒരുമിച്ച് കൂടി ദൈവമുഖം അന്വേഷിച്ചപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എത്ര പേരാണ് ആ നിറവിലേക്ക് വന്നത്. അങ്ങനെ ആ ഉണർവ് കത്തിപ്പടരുകയായിരുന്നു. ആത്മാവിലുള്ള ആരാധന പെന്തക്കോസ്ത് സമൂഹത്തിന് ഒരിക്കലും മാറ്റിവെക്കാവുന്ന കാര്യമല്ല ആത്മാവിലുള്ള ആരാധന. ഞാൻ പറഞ്ഞു, നമ്മൾ വചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ്, വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. അപ്പോൾ തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് ശാഠ്യമുള്ളവരാണ്. അതിൽ നിന്ന് ഒത്തിരി പേര് വഴുതി പോയിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നു. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സമൂഹങ്ങളിൽ ആത്മാവിലുള്ള ആരാധനയ്ക്ക് വേണ്ടുന്നതായ ആ സമയം ലഭിക്കുന്നില്ല. ഒരു പാട്ട് പാടി അതിൻ്റെ അവസാനം 2 മിനിറ്റോ 1.5 മിനിറ്റോ കടു പൊട്ടിക്കുന്ന പോലെ എന്തോ 2 വാക്ക് പറഞ്ഞ് പെട്ടെന്ന് അവസാനിക്കുകയാണ്. ആത്മാവിൻ്റെ നദി വെളിപ്പെടുന്നില്ല. ജനം ആത്മാവിൻ്റെ നദിയിൽ ഇറങ്ങുന്നില്ല. അവർ ആത്മാവിൽ സന്തോഷിക്കുന്നില്ല. ചടങ്ങ് പോലെ കാര്യങ്ങളൊക്കെ തീർത്തു പോകുന്നു. ഞാൻ ഒരിക്കൽ ഒരു സഹോദരനെ ഒരു കൂട്ടായ്മയിൽ അയച്ചു. അദ്ദേഹം ആദ്യമായിട്ടൊരു പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നത്. അവിടെ ചെന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറയായിരുന്നു. അവിടെ വളരെ കുറച്ച് സമയം വചനം പ്രസംഗിച്ചുള്ളൂ. അവിടെ 2-3 പാട്ട് പാടി. കുറച്ചു നേരം ആത്മാവിലുള്ളൊരു ആരാധന ഉണ്ടായിരുന്നു, കുറച്ചു നേരം. ബാക്കി സമയങ്ങളെല്ലാം അനൗൺസ്മെൻറ്റും. ഈ ആഴ്ച അമേരിക്കയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റുകളുടെ ഡീറ്റെയിൽസ്, ഈ ആഴ്ച തിരിച്ചു പോകേണ്ട ഫ്ലൈറ്റുകൾ, അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ, അത് അവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. സുസമ്മ വരുന്നു, മറിയാമ്മ തിരിച്ചു പോകുന്നു. അപ്പോൾ തങ്കമ്മ നാളെ വരും, പിന്നെ മറ്റന്നാൾ ലൂസിയുടെ പ്രസവം, അത് കഴിഞ്ഞ് എൽസിയുടെ പ്രസവം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു 3/4 മണിക്കൂർ അങ്ങനെ കളഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് 1 മണി ആക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതിലെ യൗവനക്കാരും മറ്റുമൊക്കെ ആകെ പരിക്ഷീണരായി നിൽക്കുന്നവരുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി വെളിയിൽ വാതിൽ തുറന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് കാര്. ആ കാര് ഈ ചെറുപ്പക്കാരെ എല്ലാം റാഞ്ചിക്കൊണ്ട് പോവുകയാണ്. അവിടെ വ്യവസ്ഥകളില്ല, അടിസ്ഥാനങ്ങളില്ല. അവിടെ വിശുദ്ധ ചിരിയും വിശുദ്ധ കുരയും വിശുദ്ധ ഛർദിയും ഒക്കെ ആയിട്ട് ഈ വചനത്തിൻ്റെ അടിസ്ഥാനമില്ലാത്ത യൗവനക്കാരെയെല്ലാം ആത്മാവിൽ ആറാടിക്കുക എന്നാണ് പറയുന്നത്. ഏത് ആത്മാവാണെന്നൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അവരെ അതിലേക്ക് തള്ളിയിട്ടത് ആരാ? നമ്മുടെ ആളുകൾ തന്നെയല്ലേ. നമ്മുടെ ശുശ്രൂഷകർ ആത്മാവിലുള്ള ആരാധനയ്ക്ക് വീണ്ടും പോലെ സമയം കൊടുക്കണം. ഞായറാഴ്ചയൊക്കെ സഭായോഗത്തിന് വരുന്നത് ആത്മാവിൻ്റെ നദിയിൽ അവർ ഇറങ്ങണം. വേറെ ആരും ഒന്നും ചെയ്യേണ്ടി വരില്ല. അങ്ങനെ വരുമ്പോൾ അവർ ശക്തി പ്രാപിക്കും, ബലപ്പെടും, കൃപാവരങ്ങൾ ജ്വലിക്കും. സഭ ആ തീഷ്ണതയിലേക്കും ആ ചൊടിപ്പിലേക്കും ഉത്സാഹത്തിലേക്കും വരും. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കണം. ആ ഉത്സാഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ കോട്ടേജ് മീറ്റിങ്ങിന്, ബൈബിൾ ക്ലാസ്സുകൾക്കൊക്കെ കടന്നു വരും. ഇല്ലാത്ത സമയം കണ്ടെത്തി വരും. ഇപ്പം പലരും വരാത്ത എന്താ? ഏതാണ്ടൊക്കെ പറയുന്നു. ഞാൻ വചനമല്ലേ പറയുന്നതെന്നാണ് ചില പാസ്റ്റർമാർ ചോദിക്കുന്നത്. വചനമാണ് പറയുന്നത്, മനുഷ്യൻ്റെ വചനമാണെന്ന് മാത്രം, ദൈവത്തിൻ്റെ വചനമല്ല.
വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നില്ലെന്നേ, വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ക്രിസ്തു എന്ന ദൈവമർമ്മത്തെക്കുറിച്ച് ജനത്തിന് വേണ്ടുന്ന ബോധ്യങ്ങൾ ലഭിക്കുന്നില്ല. ക്രൂശിൻ്റെ ആഴങ്ങൾ വെളിപ്പെടുന്നില്ല. സഭയെക്കുറിച്ചുള്ള ആഴങ്ങൾ വെളിപ്പെടുന്നില്ല. പിന്നീടുള്ള കാര്യങ്ങൾ, അതായത് എസ്കറ്റോളജിയുമായി ബന്ധപ്പെട്ട്, ഭാവികാല ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വെളിപ്പെട്ടു വരുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ബൈബിൾ ക്ലാസ്സുകളിലേക്ക്, അങ്ങനെയുള്ള കോട്ടേജ് മീറ്റിങ്ങിലേക്കൊന്നും യൗവനക്കാർ വരുന്നില്ല. ആ സമയത്ത് അവർ ഈ ന്യൂജൻ ഗ്രൂപ്പുകളിൽ പോവുകയാണ്. വിദേശത്തു നിന്നൊക്കെ പറയുന്നൊരു പരിദേവനമാണ്, ഞങ്ങളുടെ യൗവനക്കാരെയൊന്നും കിട്ടുന്നില്ല, അവരെല്ലാം ഇംഗ്ലീഷ് ചർച്ചിൽ, അമ്മയപ്പന്മാരെല്ലാം മലയാളം ചർച്ചിൽ. അതിന് രണ്ട് തരം സഭയുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് മലയാളം മനസ്സിലാകുന്നില്ലെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ മലയാളക്കരയിൽ അങ്ങ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ജോൺ അരുളപ്പൻ വന്നിവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അമ്മാൾ വേദനായകം വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ ART അതിശയോടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. തമിഴ് കലർന്ന മലയാളത്തിലല്ലേ പറയുന്നത്. സായിപ്പ് ഇംഗ്ലീഷ് പറയുന്ന പോലെ തന്നെയാണ്. ചിലതൊക്കെ നമുക്ക് മനസ്സിലാകുന്നല്ലേ ഉള്ളൂ. പക്ഷേ ആത്മാവിൻ്റെ നടത്തിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുകൾക്ക് കാര്യം മനസ്സിലായി. ശുദ്ധമായ മലയാളത്തിലൊന്നും അല്ലല്ലോ അവരൊന്നും വന്ന് അന്നത്തെ കാലത്ത് പ്രസംഗിച്ച് മലയാളക്കരയിൽ ഉണർവിലേക്ക് നയിച്ചത്. തമിഴ് കലർന്ന, ശരിക്കും തമിഴല്ലേ അവർ പ്രസംഗിച്ചത്. അതിൽ കുറച്ച് മലയാളം വാക്കുകളുണ്ടെന്നല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ പ്രസംഗിച്ചിട്ടും ആളുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. എന്താ അതിൻ്റെ കാരണം? ആത്മാവിൻ്റെ നടത്തിപ്പായിരുന്നു. ഞാൻ പറയുന്ന ഈ നടത്തിപ്പിൽ നിന്നൊക്കെ അകന്നുപോയി. നടത്തിപ്പിലേക്ക് മടങ്ങി വരണം. നടത്തിപ്പിലേക്ക് മടങ്ങി വരണം. വചനത്തിന് മുമ്പാകെ നമ്മൾ കീഴടങ്ങണം. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് കീഴടങ്ങണം. ഞാൻ എന്താ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? പെന്തക്കോസ്തിൻ്റെ ആരാധന എന്ന് പറയുന്നത് മറ്റിതര ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുമിച്ച് കൂടുന്ന പോലെയല്ല. എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിൽ അവർ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയും പിന്നെയും പറഞ്ഞിട്ട് പോവുകയാണ്. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും പറയുന്ന അവരുടെ പുരോഹിതനാണ്. ജനം ഒടുക്കം ആമേൻ ആമേൻ ബാർക്കുമോർ സമേൻ കാലസ് കുറിയലൈസോ എന്ന് മാത്രം പറഞ്ഞ് അവർ തിരിച്ച് വീട്ടിൽ പോകുന്നു. അവർക്ക് അധികം പാർട്ടിസിപ്പേഷനൊന്നുമില്ല. അവർ ആത്മാവിൽ സന്തോഷിക്കുന്നില്ല. അതേസമയം പെന്തക്കോസ്ത് മൂവ്മെന്റ് വെളിപ്പെട്ട് വന്ന സമയത്ത് ഓരോരുത്തർക്കും ആരാധനയിൽ പാർട്ടിസിപ്പേഷനുണ്ട്. ഓരോരുത്തർ കടന്നു വരുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്, അർപ്പണത്തിനാണ് കടന്നു വരുന്നത്. ദൈവസന്നിധി കടന്നു വരുന്ന കാര്യമാണ് പറയുന്നത്. 6 ദിവസത്തെ കാര്യമൊക്കെ ഞങ്ങൾ വിശദമായി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ടെൻഷൻ അടിക്കേണ്ട, കൃത്യമായതിനൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തൽക്കാലം വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുന്ന ആ സഭായോഗങ്ങളും കൂട്ടായ്മകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ ആത്മാവിലുള്ള ആരാധനയുണ്ട്. അന്യഭാഷയിൽ ആരാധിക്കും. അന്യഭാഷയിൽ ആരാധിക്കും. അപ്പൊ ഇന്ന് കാണുന്നതോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ആത്മീയരുണ്ട്, ജഡീകരുണ്ട്, സമ്മിശ്ര ജാതികൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു അംബർലയാണ്. അതിൻ്റെ കീഴിലാണ് ഈ ന്യൂ ജനറേഷൻ പെന്തിക്കോസ്റ്റൊക്കെ മഴ നനയാതെ കയറിയിരിക്കുന്നത്. നമ്മുടെ സീനിയർ പാസ്റ്റേഴ്സൊക്കെ അവരെ ഈ അംബർലയ്ക്ക് അടിയിലേക്ക് കയറ്റിയിരുത്തും. മെയിൻ ലൈൻ പെന്തിക്കോസിൻ്റെ കൺവെൻഷനുകളിലൊക്കെ ഈ ന്യൂ ജനറേഷനിലെ താപ്പാനകളെയൊക്കെ വിളിച്ച് പ്രസംഗിപ്പിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർ ഈ അംബർലയുടെ അടിയിൽ കയറി നിൽക്കുക എന്നല്ലേ അർത്ഥം. അപ്പോൾ അങ്ങനത്തെ ന്യൂ ജനറേഷൻ ഗ്രൂപ്പുകളിലൊക്കെ ആളുകൾ തലകുത്തി മറിയും, ഉരുണ്ടു പറയും, പലതും പറയും. വൈൽഡ് അനോയിൻറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നേരമ്പോക്കുകളൊക്കെ പറയും. ഇതെല്ലാം കാണുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറയാണ്, ഇതൊക്കെയാണോ എന്ന് ചോദിക്കുന്നത്. ഏതൊക്കെയാണോന്ന്? ഇങ്ങനത്തെ കോമാളിത്തരങ്ങളെല്ലാം പരിശുദ്ധാത്മാവിലാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന സമൂഹത്തിൽ തന്നെ ഇതിനോടൊക്കെ വളരെ വിയോജിപ്പുള്ള എത്രയോ ദൈവദാസന്മാരുണ്ട്. അവരുടെ വിയോജനക്കുറിപ്പ് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പരിശുദ്ധാത്മാവിലല്ല ഈ പല കാര്യങ്ങളും നടക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ആത്മീയ ശുശ്രൂഷകളെക്കുറിച്ച് കർത്താവ് തൻ്റെ അപ്പസ്വലന്മാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നുള്ളത് മറക്കരുത്. ഏതെങ്കിലും ഒരു നവീന ഉപദേശി കടന്നു വന്നിട്ട് പറയാണ്, ഈ അന്യഭാഷയോ, എന്നാ ഭാഷ, ജീവിതമില്ലാത്ത എന്നെ അന്യഭാഷ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ആ കൂടെ കയറി അങ്ങനെ ആമീൻ പറയല്ലേ. നമുക്ക് നമ്മുടേതായ ഒരു പഠനം വേണം. നമ്മുടെ പഠനം എന്താ? ഈ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ആത്മീയ ശുശ്രൂഷകൾക്കെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഒറിജിനൽ ഉണ്ടെങ്കിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. അപ്പോൾ ഇവിടെ അന്യഭാഷയുണ്ടെങ്കിൽ സാത്താനും അവൻ്റെ ഭാഷ ആളുകളെ കൊണ്ട് സംസാരിപ്പിക്കും. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എലിയെ പേടിച്ച് ആരെങ്കിലും ഇല്ലം ചൂടാറുണ്ടോ? ശിവകാശിയിൽ ആരാണ്ട് 500ന്റെ കള്ളനോട്ടടിച്ചു. അപ്പോൾ അങ്ങനെ 500ന്റെ കള്ളനോട്ട് ഇപ്പോൾ മൊത്തത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ടെന്നൊരു ന്യൂസ് നമ്മൾ കേൾക്കുക എന്ന് വിചാരിച്ചോ. നമ്മുടെ കയ്യിൽ ഒരു 5000 രൂപ ഇരിപ്പുണ്ട് 500ന്റെ നോട്ട് തന്നെ.
നമ്മൾ പറയാണ്, ഭാര്യയോട് പറയാ, എടീ ഭാര്യയെ ആ പൈസ എല്ലാം എടുത്ത് അടുപ്പിലേക്ക് ഇട്ടാൽ ശിവകാശിയിൽ 500-ന്റെ നോട്ടൊക്കെ ഇപ്പോൾ കള്ളനോട്ടാന്ന് കേട്ടു, നമ്മുടെ കയ്യിലിരിക്കുന്നത് കള്ളനോട്ടായിരിക്കും, എല്ലാം കത്തിച്ചേക്കാം, അങ്ങനെ ആരെങ്കിലും പറയുമോ? ശിവകാശിയിലൊക്കെ കള്ളനോട്ട് അടിക്കുന്നേ, കുന്നംകുളത്തും ചിലപ്പോൾ അടിക്കും, ആയിക്കോട്ടെ എന്നോർത്ത് 500-ന്റെ ഒറിജിനൽ നോട്ട് ഇല്ലേ? അങ്ങനെയാണോ നമ്മൾ ധരിക്കുന്നത്? ചിലർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ് കേട്ടോ ഈ തരുന്നത്, ചിലർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ്. ശിവകാശിയിൽ 500-ന്റെ ഉണ്ടെന്ന് കരുതി ഒറിജിനൽ ഇല്ലെന്നാണോ അർത്ഥം? ഇന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ഒത്തിരി പേര് അന്യഭാഷ പറയുന്നുണ്ട്. സാത്താൻ സമർത്ഥമായി അത് പറയിപ്പിക്കുന്നുണ്ട്, മണിക്കൂറുകളോളം പറയിപ്പിക്കുന്നുണ്ട് പലരെയും. അതുകൊണ്ട് അന്യഭാഷാ ഭാഷണം ഇല്ലെന്നാണോ, നിന്നുപോയി എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നമ്മുടെ ബ്രദർ ആൻഡ് സഹോദരങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഞാൻ പറഞ്ഞ പോലെ കോടാനുകോടി വർഷങ്ങളായിട്ട് അവർ പറയുന്നുണ്ട് ഈ പറഞ്ഞ പരിപാടിയെല്ലാം നിന്നുപോയിന്ന്. ഓക്കെ, താങ്ക് യു ബ്രദേഴ്സ്, അവരങ്ങനെ പറഞ്ഞോട്ടെ. അവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെ പറയും, ഉച്ചയ്ക്ക് പറയും, വൈകിട്ട് പറയും. അതിനൊന്നും ഒരു പരാതി ഇവിടെ ഇല്ല, പരിഭവം ഇല്ല. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർക്കും ഒരു സമാധാനക്കേടുണ്ടാവും, അവരങ്ങനെ പറയട്ടെ. പക്ഷേ നവീന പെന്തിക്കോസ് എന്നുള്ള ലേബലിൽ പെന്തിക്കോസുകാരല്ലാതിരിക്കെ പെന്തിക്കോസിന് ഇടയിലൂടെ സഞ്ചരിച്ച് ഈ ആത്മാവിലുള്ള ആരാധനയും വിശുദ്ധ ജീവിതത്തെയൊക്കെ ചോദ്യം ചെയ്താൽ, സമർപ്പണാനുഭവങ്ങളെ ചോദ്യം ചെയ്താൽ മറുപടികൾ പറയേണ്ടി വരും, മറുപടികൾ പറയേണ്ടി വരും. നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാർ പഠിപ്പിച്ചതാണ്, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നവൻ തൻ്റെ ശരീരത്തെ സമർപ്പിക്കണം. സമർപ്പിത ജീവിതത്തിലേക്ക് തുടങ്ങിയാണ് അവിടെ, സമർപ്പിത ജീവിതത്തിലേക്കുള്ളൊരു തുടക്കമാണ്. തീരാധാരത്തിൽ ഒപ്പിടുകയാണ്, സെയിൽ ഡീഡിൽ ഒപ്പിടുകയാണ്. ഈ ശരീരത്തിന്മേൽ എനിക്കിനി ഒരു അവകാശവും ഇല്ല. അത് വെളിപ്പാടിൽ തിരിച്ചറിയുന്ന കാര്യമാണ്. വാക്യം എവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം കൃത്യമായ മറുപടി ഉണ്ടെന്നേ, കൃത്യമായ മറുപടിയുണ്ട്. അങ്ങനെ സമർപ്പണാനുഭവത്തിലേക്ക് വരികയാണ്. ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. ഈ ആയുസിൽ മാത്രം പ്രത്യാശയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഓടുകയല്ല, നെട്ടോട്ടം ഓടുകയല്ല, പരക്കം പായുകയല്ല. അങ്ങനെ ഒരു ടീച്ചിങ് അല്ല ഉള്ളത്. ഈ ശരീരം സമർപ്പിക്കപ്പെട്ട ശരീരമാണെങ്കിൽ, നിങ്ങൾ ബെൻസിൻ്റെ ഷോറൂമിൽ നിന്ന് ഒരു കാർ മേടിച്ചു, ആ കാറിന് റിപ്പയർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ BMW-ന്റെ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ഇതൊന്ന് സർവീസ് ചെയ്ത് തരുമെന്ന് പറഞ്ഞ് കൊടുക്കുമോ? അതിൻ്റെ മാനുവൽ ഡീറ്റെയിൽസ് ഒക്കെ ഇരിക്കുന്നത് ബെൻസിൻ്റെ കയ്യിലല്ലേ? അതുപോലെ തന്നെ ഈ ശരീരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനൊരു സൃഷ്ടാവില്ലേ? ഈ സിസ്റ്റത്തെക്കുറിച്ച്, ഇതിനകത്തൂടെ പോകുന്ന കോടാനുകോടി ഞരമ്പുകളെക്കുറിച്ചും അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അറിയാവുന്ന ഒരുവനില്ലേ? ആ സൃഷ്ടാവിൻ്റെ മുമ്പാകെ ആ സമർപ്പണാനുഭവത്തിൽ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ അവനെ കളിയാക്കാൻ കൊള്ളാവോ? പോകാത്തവർ പോകണ്ടെന്നേ. അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, യഹോവ എനിക്ക് മതിയായവനാണ്, രോഗിക്ക് വൈദ്യൻ അവനാണെന്നൊക്കെ പണ്ട് പാട്ട് പാടിയില്ലേ? ആ പാടിയവരെയൊക്കെ കളിയാക്കുന്നവൻ പെന്തക്കോസ്തുകാരനാണോ? ഇന്നും അങ്ങനത്തെ പാട്ടുകൾ നമ്മൾ പാടുന്നില്ലേ? രോഗിക്ക് വൈദ്യൻ അവൻ എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഒരു സീരിയസ് ആയ സമർപ്പണത്തിൽ വരുന്നവർ അങ്ങനെ പൊക്കോട്ടെന്നേ. അങ്ങനെ അത്രത്തോളം എത്താത്ത ആളുകളെ അവരും കളിയാക്കണ്ട, ഇവരും കളിയാക്കണ്ടെന്നേ. അതൊക്കെ അങ്ങനെ പോട്ടെ. പിന്നീട് ഞാൻ പറഞ്ഞെന്താ, അവരൊരുമിച്ച് കൂടുമ്പോൾ ഈ പറഞ്ഞ പോലെ ആത്മാവിൽ ആരാധിക്കും, അന്യഭാഷയിൽ ആരാധിക്കും. അപ്പോൾ വേറൊരാൾ വന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വലിയ വലിപ്പത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ ആ ക്വസ്റ്റ്യൻ മാർക്ക് കയറി കിടന്ന് ഊഞ്ഞാലാടി കളിക്കരുത്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ മാർക്ക് കയറി ഊഞ്ഞാലാടി കളിക്കല്ലേ, നടുവൊടിയും. എത്രയോ ഭക്തന്മാർ ആത്മാവിൽ ആരാധിച്ചും അനുഭവിച്ചും മുന്നോട്ട് പോകുന്നതാ. ആരെങ്കിലും ഒരാൾ ഓടി വന്നിട്ട് അയാളുടെ കൂട്ടായ്മയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, 2 പാട്ട് മാത്രം പാടുന്നു, കൈയൊന്നും അടിക്കാൻ പാടില്ല, അന്യഭാഷയിലൊന്നും പറയാൻ പാടില്ല. ഇനി അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിരുന്നു പറഞ്ഞോളാൻ. അങ്ങനെയാണോ ഈ തിരുവഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ഇന്ന് പലരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഞങ്ങളും അന്യഭാഷയൊക്കെ പറയുന്നുണ്ട്, ആത്മാവിൽ ആരാധിക്കുന്നുണ്ടെന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു മെത്രാപ്പോലീത്തയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കേട്ടു. അദ്ദേഹം പറയുന്നത്, നമ്മൾ ആത്മാവിൽ ആരാധിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. എങ്ങനെയാ? കുർബാന അർപ്പിച്ചുകൊണ്ട്. കുർബാനയാണ് അവർക്ക് ആത്മാവിലുള്ള ആരാധന. വേറെ കുറച്ച് പേർക്ക് ആത്മാവിലുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? 6 ദിവസം ജീവിക്കുക എന്നുള്ളതാണ്. 6 ദിവസം ജീവിക്കുക. അത് കഴിഞ്ഞോ 7 ദിവസം വന്ന് അപ്പം നുറുക്കിയിട്ട് വീട്ടിൽ പൊക്കോളുക, 2 പാട്ടും കൂടെ പാടിയാരെ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള കൂട്ടങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ പോയി കഴുത്ത് വെച്ച് കൊടുക്കരുത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകില്ല അതിൻ്റെ ഗൗരവം. കാലങ്ങൾ മുൻപോട്ട് പോകുമ്പോഴാണ് നിങ്ങൾ വരണ്ടുണങ്ങിപ്പോകും. നിങ്ങൾ വിശ്വാസ വഴിയിൽ നിന്ന് പിന്മാറിപ്പോകും. കുറിച്ചു വെച്ചോ. ദൈവസഭയിൽ ദൈവത്തിൻ്റെ നദി ഒഴുകണം. ദൈവത്തിൻ്റെ സഭയിൽ ദൈവത്തിൻ്റെ നദി ഒഴുകണം.
നദിയിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ആ നദി ഒഴുകണം. അത് നമ്മളാരും കണ്ടുപിടിച്ചതല്ല, പെന്തിക്കോസിന്റെ പിതാക്കന്മാർ കണ്ടുപിടിച്ചതല്ല, അത് പൂർവന്മാരാരും കണ്ടുപിടിച്ചതല്ല. അത് മാളികമുറിയിൽ ഒഴുകാൻ ആരംഭിച്ചതാണ്. അതിൻ്റെ ഒഴുക്കൊന്നും ആർക്കും തടയാൻ കഴിയില്ല. ഇടക്കാലത്തൊക്കെ അത് തടയപ്പെട്ടെങ്കിലും പിന്നീട് അത് കുലം കുത്തി ഒഴുകി വരികയല്ലായിരുന്നോ? 20-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോൾ അതൊരു മലവെള്ളപ്പാച്ചിൽ പോലെയാണ് പിന്നീട് ഒഴുകി വന്നത്. കുറച്ചു കാലം തടഞ്ഞു നിർത്തി. അങ്ങനെ തടയാൻ പറ്റില്ലെന്നേ, എല്ലാ കാലത്തേക്കും തടയാൻ പറ്റില്ല. ആ നദി ഒഴുകിക്കൊണ്ടിരിക്കും. ആ നദിയിലേക്ക് ഇറങ്ങണം. ആ നദിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുന്നത്. ഈ നവീന ഉപദേശക്കാർ പറയുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങളുടെ എല്ലാ ഉള്ളിൽ വരുന്ന ചിന്തകളാണ് അതൊക്കെ. ഈ അന്യഭാഷയൊക്കെ പറഞ്ഞിട്ടൊരു ജീവിതമില്ല, ഒന്നുമില്ല. ഈ ഭാഷയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, പക്ഷെ കയ്യിലിരിപ്പ് മോശമാണല്ലോ. ആരൊക്കെയോ കുറച്ച് ആൾക്കാർ വിശുദ്ധ ജീവിതം നയിക്കാതെ തോന്നിയതുപോലെ നടക്കുന്നത് കണ്ടിട്ടാണ് പറയുന്നത് ഇതൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊന്നും പറയാതെ എത്രയോ പേരും മര്യാദയ്ക്ക് ജീവിക്കുന്നു, നന്നായിട്ട് ജീവിക്കുന്നു എന്ന്. ഈ രക്ഷിക്കപ്പെടാതെ എത്രയോ പേരും മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളീ പറയുന്ന രക്ഷാനുഭവത്തിലേക്ക് വരാതെ എത്രയോ പേര് മര്യാദയ്ക്ക് ജീവിക്കുന്നവരുണ്ട്. എൻ്റെ ഒരു പഴയ സ്നേഹിതൻ, ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിലുള്ളൊരു സ്നേഹിതനാണ്. അദ്ദേഹം ഒരു പട്ടരാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രായമുള്ള അമ്മ എനിക്ക് അവരുടേതായ നിലയിൽ ഒരു ഡിക്കേഷൻ കാപ്പി തരും. ആ അമ്മയെപ്പോലെ ശാന്തയും സൽസ്വഭാവിയുമായ ഒരമ്മയെ കണ്ടു കിട്ടണമെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോ? വലിയ പാടാ. അത്രയും ശാന്തയും സൽസ്വഭാവിയുമായ ഒരു അമ്മയത്. അവർക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്നും അറിയില്ല, രക്ഷയെക്കുറിച്ച് ഒന്നും അറിയില്ല, എനിക്കും അറിയില്ലല്ലോ. ആ കാലത്ത് എനിക്കും ഒന്നും അറിയില്ല. അപ്പോൾ മര്യാദയ്ക്ക് ജീവിക്കുകയും നന്നായിട്ട് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒത്തിരി ആൾക്കാർ വെളിയിലുണ്ട്. അതൊന്നുമല്ല ദൈവവചനത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. സത്യാരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് സ്തുതിസ്തോത്ര യാഗങ്ങൾ നമ്മൾ അർപ്പിക്കും. സ്തുതികളാലും സങ്കീർത്തനങ്ങളാലും ആത്മാവിൽ പാടിയും നാം ദൈവത്തെ ആത്മാവിൽ ആരാധിക്കും. ഒത്തുകൂടുന്ന സമയങ്ങളിൽ തനിച്ചു ആരാധിക്കും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരണമെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 2 പിന്നീട് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായവും ഈ ഇത്രയും ഭാഗത്ത് കടന്നു വന്നിട്ട് വേണം അത് പറയാനായിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഒരു വീഡിയോ കാണിക്കണമായിരുന്നു. മറ്റ് ഭാഷകളെന്നാണ് മറുഭാഷകളുടെ അർത്ഥം. എന്നാൽ എല്ലാ ഭാഷകൾക്കും ഒരു അർത്ഥമുണ്ട്. അർത്ഥമില്ലാത്ത ഭാഷകൾ പുലമ്പി അത് എന്തോ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഒരു വ്യാജ പ്രചരണം മാത്രമാണ്. അപ്പോസ്തലന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവിൻ്റെ ആവസിക്കലിലൂടെ. എന്താ അവർ സംസാരിച്ചത്? ഈ അപ്പോസ്തലന്മാർക്ക് വിവിധ ദേശങ്ങളിൽ പോയി പ്രസംഗിക്കണം. അപ്പോൾ അവിടെ പോയി പ്രസംഗിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷ പറയണം. ആ ഭാഷാപരമാണ് അപ്പോസ്തലന്മാർക്ക് കൊടുത്തത്. അപ്പം ഞാൻ കോലഞ്ചേരി പറയുണ്ടായി, തോമാസ് ലീഹ മിക്കവാറും മലയാളവും തമിഴും ഒക്കെ അന്ന് അവിടെ സംസാരിച്ച് കാണണം. അത് കേൾക്കുന്നവരെന്താ വിചാരിക്കണേ? ഇത് പ്രാന്ത് പിടിച്ച് പറയുന്ന ഭാഷമെന്ന് വിചാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഫിലിപ്പീൻസിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റിലും അതുപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളിലും സിറിയയിലും തുടങ്ങി എല്ലാ ഗ്രീസിലും തുടങ്ങി റോമിലുമൊക്കെ അവിടെ അവർക്കറിയുന്ന ഭാഷയുണ്ട്. ആ അറിയുന്ന ഭാഷ സംസാരിക്കാനുള്ള വരമാണ് യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാർക്ക് അഗ്നിനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവിൽ ഉറങ്ങിക്കൊടുത്തത്. അതല്ലാതെ അർത്ഥമില്ലാത്ത വെറുതെ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ, അതിൽ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതും പ്രചരിപ്പിക്കും തെറ്റായ പ്രവണതയാണ്. അതാരുടെ ഭാഗത്തു നിന്നായാലും സുറിയാനി സഭയിൽ അത് അനുവദിക്കില്ല. സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തു. ഇത് ഒരു പ്രധാനപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അവരുടെ ശ്രേഷ്ഠ കാതോലിക്ക എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ ഇടയിലുള്ള ഏതൊക്കെയോ മെത്രാന്മാർ ഈ അടുത്ത സമയങ്ങളിൽ എന്തൊക്കെയോ അന്യഭാഷയിൽ രാരാരാ രീരീന്നോ അങ്ങനെ ഏതാണ്ട് രാരാരാ ലാലാലയൊക്കെ പാടി. അപ്പോൾ അങ്ങനത്തെ എന്തോ രാരാര പാടിക്കഴിഞ്ഞപ്പോഴാണ് അത് കംപ്ലൈൻ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുക്ക് വന്നത്. ഈ മെത്രാൻ ആളുകളെ പെന്തക്കോസുകാരുടെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തൊക്കെയോ ഭാഷ പറയുന്നു, അതുകൊണ്ട് കർശനമായി ഇത് നിരോധിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം കൽപ്പന തന്നെ പുറപ്പെടുവിച്ചു. അതിനോടനുബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ചൊരു കാര്യവും കൂടെയാണിത്. അപ്പോൾ ഇതിലൂടെ അദ്ദേഹം എന്താ പറഞ്ഞത്? അതായത് അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന യാക്കോബായ സുറിയാനി സഭയിൽ ഇതൊന്നും നടക്കില്ലെന്നാണ് പറഞ്ഞ്. നമ്മളാരും നിർബന്ധം പിടിക്കുന്നില്ല അവിടെ നടത്തണമെന്ന്. ഇവർ അന്ത്യോക്യൻ സഭയുടെ പാരമ്പര്യമാണല്ലോ പറയുന്നത്.
അന്ത്യോക്യൻ സഭയിൽ ഈ പറയപ്പെട്ട അന്യഭാഷയും ആത്മാവിലുള്ള ആരാധനയൊന്നും ഇല്ലാതിരുന്നോ? അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മെത്രാച്ചൻ പറയുന്നതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? അങ്ങനെ യെരുശലേമിൽ കടന്നു വന്ന ആളുകൾ പല രാജ്യക്കാരാണ്. ആ രാജ്യക്കാരുടെ ഭാഷയിൽ അവിടെ സംസാരിക്കുന്ന കേട്ടു. അപ്പോൾ ഭാഷാപരം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം, ലോകത്തിലെ പല രാജ്യങ്ങളിലും അപ്പോസ്തലന്മാർക്ക് കടന്നുപോയി സംസാരിക്കാൻ പാകം ആ രാജ്യക്കാരുടെ ഭാഷ അപ്പോസ്തലന്മാർക്ക് ലഭിച്ചു. അങ്ങനെ അവർ പോയി സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വരുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ഏറിയ പങ്ക് ആളുകളും വ്യക്തമായ ധാരണയില്ലാത്തവരാണ്. സഹോദരങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായവും 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായവും ഈ 2 ഭാഗങ്ങൾ പഠിക്കുമ്പോൾ 3 വിധമായ അന്യഭാഷകളെക്കുറിച്ച് കാണാം. 3 വിധമായ അന്യഭാഷകളെക്കുറിച്ച്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതാണ് 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു എന്നുള്ളതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കും, അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെയുള്ള ഭാഗത്ത് ഈ ഭാഷയെക്കുറിച്ചും സംസാരിച്ചു എന്നുള്ളതിനൊക്കെ അതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന വാക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും അന്യഭാഷയുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്ന ആ വാക്കുകൾ മലയാളത്തിൽ പണ്ടത്തെ ഭാഷാന്തരം, അതായത് ബെഞ്ചമിൻ ബെയ്ലിയുടെ ഭാഷാന്തരത്തിൽ മറുഭാഷ എന്നാണ് കാണുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളിൽ അന്യഭാഷ എന്നാണ് കാണുന്നത്, അവിടെ മറുഭാഷ എന്നാണ് കാണുന്നത്. ഇവിടെ ഈ വായിച്ചതിനകത്ത് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അവിടെ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്നതിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് ഗ്ലോസാലാലിയ എന്നുള്ളതാണ്, ഗ്ലോസ. അത് കഴിഞ്ഞ് 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? അങ്ങനെ പറഞ്ഞ് പിന്നീട് താഴേക്ക് വരുമ്പോൾ അങ്ങനെ പറഞ്ഞ് 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ക്രേത്യരും അറബിക്കാരുമായ നാം നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. അവിടെ ഭാഷ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഈ ഗ്ലോസ എന്നുള്ള വാക്കല്ല, ഡയലക്റ്റ് എന്നുള്ള വാക്കാണ്. അതായത് ഈ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അവർ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ ഓടിക്കൂടിയ ആളുകളുടെ അതാത് രാജ്യങ്ങളുടെ ഭാഷയിലും ഇവർ സംസാരിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണമായിരിക്കും. അവരാദ്യം അന്യഭാഷയിൽ സംസാരിച്ചു, അതിൻ്റെ തുടർച്ചയെന്നോണം അവർക്ക് ലഭിക്കപ്പെട്ട ആ ഭാഷാ വരത്താൽ അവർ ഈ ഓടിക്കൂടിയ ആളുകളുടെ എല്ലാം ഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിലേക്ക് വന്നു. 14-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 2-ാം വാക്യത്തിൽ കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിൻ്റെ തുടക്കത്തിൽ തന്നെ 2-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു. മെത്രാച്ചനും അത് മനസ്സിലായിട്ടില്ല, ഇന്നത്തെ ചില നവീന ഉപദേശിമാർക്കും അത് മനസ്സിലായിട്ടില്ല. ഈ 14-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന അന്യഭാഷ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളും വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അതേ കാര്യം തന്നെയാണ് അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ 4-ലും നമ്മൾ കണ്ടത്. അതേസമയം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ അവിടെ ഭാഷയെന്ന് സംസാരിച്ചു എന്നൊക്കെ കാണുന്നതിന് ഞാൻ പറഞ്ഞു, ഡയലക്റ്റ് എന്നുള്ള വാക്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് മറ്റ് രാജ്യക്കാരുടെ ഭാഷയിൽ സംസാരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ലോകത്തിലെ പല ഭാഷകൾ സംസാരിക്കുവാനുള്ള വരം ലഭിക്കും, മറ്റ് രാജ്യങ്ങളിലെ ഭാഷ. അതേസമയം 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കാണുന്നത് ഒരു വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്ന കാര്യമാണ്. അവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. മെത്രാപ്പോലീത്ത എന്താ പറഞ്ഞത്? ഏതാണ്ടൊക്കെ പറയുന്നു, അത് ആർക്കും മനസ്സിലാകാത്ത എന്തൊക്കെയോ ഭാഷയാണ്. ഇവിടെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്, ആർക്കും മനസ്സിലാകുന്നില്ലെന്നാ. അങ്ങനെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ലേ? ആരും തിരിച്ചറിയുന്നില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ 4-ാം വാക്യത്തിൽ കാണുന്നത്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീയ വർധന വരുത്തുന്നു. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? അവർക്ക് ആത്മീയ വർധന വരുത്തുന്നു. വേറൊരു തർജ്ജമയിൽ കണ്ടത് അവൻ തന്നെത്താൻ ഉറപ്പിക്കുന്നു എന്നാണ് കാണുന്നത്.
തന്നെത്താൻ അവൻ ഉറപ്പിക്കുകയാണ്, തന്നെത്താൻ ഉറപ്പിക്കപ്പെടുകയാണ്. അത് കഴിഞ്ഞ് 5-ാം വാക്യം മുതൽ പിന്നീട് താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ 5-ാം വാക്യം മുതൽ അവസാനം വരെ സംസാരിച്ചു വരുമ്പോൾ ഈ കാര്യങ്ങൾ മാറിയും മറിഞ്ഞുമൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 5-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കണം, പൗലോസ് പറയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? 5-ാം വാക്യത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ സഭയ്ക്ക് ആത്മീയ വർധനവ് ലഭിക്കേണ്ടതിന് വ്യാഖ്യാനിക്കുന്നവനില്ലെങ്കിൽ. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കണം എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. പറഞ്ഞു വരാം. അതായത് ഇനി താഴേക്ക് പറഞ്ഞു വരുന്ന കാര്യങ്ങളിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനിക്കുന്ന കാര്യമാണ് താഴേക്ക് പറഞ്ഞു വരുന്നത്. ഈ ഭാഗങ്ങളുമായിട്ട് ഒത്തിരി പേര് നമ്മളെ സമീപിക്കാറുണ്ട്. നിങ്ങൾ അന്യഭാഷ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷെ വ്യാഖ്യാനിക്കണം. വ്യാഖ്യാനി എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചു വന്ന ഒരാളോട് ഞാൻ ചോദിച്ചേ, അദ്ദേഹം ഇതൊക്കെ നിന്നുപോയെന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ്. സഹോദരൻ എന്തിനാ ഈ വ്യാഖ്യാനിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കലും പറയരുത്. അതൊക്കെ വേറെ പുറത്തുള്ളവർ പറയട്ടെ. നിങ്ങളിത് നിന്നുപോയെന്ന് തന്നെ പറയണം. നിങ്ങൾ അങ്ങനെയല്ലേ പറയുന്നത്? നിന്നുപോയ സാധനം ഇനി വ്യാഖ്യാനിക്കുന്നത് എന്തിനാ? നിന്നുപോയെന്നും പറയുന്നു, പിന്നെ വ്യാഖ്യാനിക്കണമെന്നും പറയുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വ്യാഖ്യാനിയെ കൊണ്ടുവരാം. വ്യാഖ്യാനിയെ കൊണ്ടുവന്നാൽ നിന്നുപോയി എന്നുള്ളത് മാറ്റി പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പെപ്പ വെച്ചു. നിങ്ങളത് ബുദ്ധിയും ബോധമുള്ള പെന്തിക്കോസുകാരോട് അങ്ങനെയൊന്നും പോയി പറയരുത്. അവർ തിരിച്ചിങ്ങനെ പറയും. അതുകൊണ്ട് ഇനി മേലെ പറയരുത്. എന്നോട് പറഞ്ഞത് പറഞ്ഞു, നിന്നുപോയെന്നേ പറയാവുള്ളൂ. മൊത്തത്തിൽ നിന്നുപോയി അങ്ങനെ പറഞ്ഞോണം. വ്യാഖ്യാനിക്കുന്ന കാര്യത്തെക്കുറിച്ച് മിണ്ടരുത്. എങ്ങാനും അബദ്ധത്തിലൊരു വ്യാഖ്യാനി വന്നു കഴിഞ്ഞാൽ തെറ്റിപ്പോകും നമ്മൾ. അപ്പോൾ സൗരങ്ങൾ ഇനി താഴേക്ക് പറഞ്ഞു വരുമ്പോൾ എത്ര വാക്യങ്ങളാണ്. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്, അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാന വരത്തിനായി പ്രാർത്ഥിക്കട്ടെ. അതും കഴിഞ്ഞ് പിന്നീട് 22-ാം വാക്യത്തിൽ വരുമ്പോൾ കാണുന്നത്, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്ന വിശ്വാസികൾക്കല്ല, വിശ്വാസികൾക്കത്രേ. ഇനി 27-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, ഓരോരുത്തൻ ക്യൂവിൽ നിൽക്കണം. അതായത് കൊരിന്ത്യ സഭയാണിത്. കൊരിന്ത്യ സഭയിലെല്ലാം കൃപാവരത്താൽ സമ്പന്നരാണ്. ഒത്തിരി പേര് ഇങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, വ്യാഖ്യാനി ഇല്ലെന്ന് കണ്ടാൽ അവൻ സംസാരം നിർത്തണം എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ എന്താ കണ്ടത്? വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. അതേ കാര്യം തന്നെ 1 കൊരിന്ത്യർ 14-ന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മ സഹായത്താൽ ആത്മാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങൾ, ദൈവത്തോട് സംസാരിക്കുന്ന അനുഭവങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലൂടെ നമ്മൾ കണ്ടത്, ലോകത്തിലെ എല്ലാ ഭാഷകളും സംസാരിക്കാനുള്ള വരം ദൈവം കൊടുക്കും. അന്യഭാഷകൾ, വ്യത്യസ്തമായ ഭാഷകൾ സംസാരിക്കാനുള്ള വരം ലഭിക്കും, ലോകത്തിൻ്റെ ഭാഷകൾ. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 4-ഉം 1 കൊരിന്ത്യർ ലേഖനം 14-ന്റെ 2-ഉം വെച്ച് നമ്മൾ പറയായിരുന്നു, മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കുന്ന അന്യഭാഷ. മനുഷ്യൻ ദൈവത്തോട് സംസാരിക്കും. മൂന്നാമത്തതോ, മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കും അന്യഭാഷയിൽ. കേൾക്കണം, ദൈവത്തിൻ്റെ മനുഷ്യര് മറ്റ് മനുഷ്യരോട് എന്ത് ചെയ്യും? അന്യഭാഷയിൽ സംസാരിക്കും. അപ്പോൾ ലോകത്തിൻ്റെ ഭാഷകൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ സംസാരിക്കും. അപ്പോൾ തന്നെ വ്യക്തിപരമായി ഓരോരുത്തരും ദൈവത്തോട് അന്യഭാഷയിൽ സംസാരിക്കും. അത് അവൻ്റെ ആത്മീയ വർധനവിന് വേണ്ടിയാണ്, അവൻ തന്നെത്താൻ ഉറപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. അത് ആത്മാവിൽ മർമ്മങ്ങളാണ്. അത് അനുസ്യൂതം തുടരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൗലോസ് അത് തന്നെയാണ് പറയുന്നത് 18-ാം വാക്യത്തിൽ, നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളിൽ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. പൗലോസിന് ഇത് നിന്നുപോയെന്ന് ഞാൻ എങ്ങും കണ്ടില്ല. 13-ാം അധ്യായത്തിലാണ് നിന്നുപോയെന്ന് ഇവർ പറയുന്നത്. പക്ഷെ 14-ാം അധ്യായത്തിൽ അദ്ദേഹം പറയാം, ഞാൻ എല്ലാവരെയൊക്കെ കൂടുതൽ അന്യഭാഷ പറയുന്നു എന്ന്. 13-ൽ നിന്നുപോയിട്ട് 14-ൽ വീണ്ടും തുടങ്ങിയതാണോ? അങ്ങനെയൊന്നും അല്ലല്ലോ. പൗലോസ് അതിനെക്കുറിച്ചൊരു സൂചന നമുക്ക് തരുന്നില്ല, നിന്നുപോയിന്ന്. ഇനി അങ്ങനെ നിന്നുപോയിന്ന് വെച്ചോ, ഈ പറയപ്പെട്ട നിലയിൽ ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷയിൽ സംസാരിക്കുന്ന ഒരുവനാണ് ഞാൻ എങ്ങൊന്നും കാശ് കൊടുത്ത് മേടിച്ചതുമല്ല. ഒരു ന്യൂജൻ പെന്തിക്കോസുകാരുടെ കൂട്ടത്തിൽ പോയി അവരുടെ കയ്യിൽ നിന്നൊന്നും മേടിച്ചുകൊണ്ട് വന്ന കുരുത്തം കെട്ട ആത്മാവ് ഒന്നുമല്ല. ശരിയാവണ്ണം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരോട് ചേർന്ന് നടന്നപ്പോൾ ആത്മാവിൽ നിറയപ്പെട്ട അന്യഭാഷയിൽ സംസാരിച്ചു. അങ്ങനെ ആത്മാവിൽ നിറയപ്പെട്ട് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയ ആ ഒരു കാലവും അതിന് മുൻപുള്ളൊരു കാലമുണ്ട്. 2 കാലവും എന്നെ സംബന്ധിച്ച്. അതിന് ശേഷമുള്ള കാലത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായ മാറ്റമാണ്, വലിയ മാറ്റമാണ്. ആത്മാവിൽ ഉത്തേജിപ്പിക്കപ്പെട്ട, ആത്മാവിൽ ആ ചൊടിപ്പിലേക്ക് വന്ന് സധൈര്യം യേശുക്രിസ്തു മാത്രം സത്യദൈവമെന്ന് പ്രസംഗിക്കാനും പറയാനുള്ള തൻ്റെ ഇടം. അത് കാതോലിക്ക ബാവയോടാകട്ടെ,
മഫ്രിയാനയോടാകട്ടെ ഏതാനയോടാണേലും പറയാനുള്ള ശേഷി അതിനുശേഷമാണ് ലഭിച്ചത്, ആത്മാവിൽ നിറയപ്പെട്ട്. ഇപ്പോൾ ഒരു ചോദ്യം വന്നത്, ഈ സഭയിൽ നമ്മൾ അന്യഭാഷ പറയുന്നത് വ്യാഖ്യാനിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ രണ്ടും പറഞ്ഞു. വ്യക്തിപരമായി നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടുമ്പോൾ ആത്മാവിലുള്ള ആരാധനയിൽ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും, ദൈവത്തോട് സംസാരിക്കാം. അടുത്തൊരു കാര്യം പറഞ്ഞു, അതായത് അന്യഭാഷയിലൂടെ മനുഷ്യരോട് സംസാരിക്കും, പ്രവചിക്കും. അങ്ങനെ പ്രവചിക്കുകയോ പറയുകയോ ചെയ്യുമ്പോഴാണ് വ്യാഖ്യാനി വേണ്ടത്. അല്ലാതെ വ്യക്തിപരമായി ദൈവത്തോട് സംസാരിക്കുന്നതിന് വ്യാഖ്യാനി വേണമെന്നൊന്നും ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 14-ന്റെ 2-ാം വാക്യത്തിൽ തന്നെ പറയണ്ടേ, അന്യഭാഷയിൽ സംസാരിക്കുന്നതൊക്കെ കൊള്ളാം, വ്യാഖ്യാനി വേണമെന്ന്. താഴേക്ക് പറഞ്ഞു വരുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. പ്രവചന വരത്തെക്കുറിച്ചും പറയുന്നു. അതായത് ഒരു കൂട്ടായ്മയിൽ നമ്മുടെ മാതൃഭാഷയിൽ പ്രവചിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ വ്യക്തി ഏറ്റെടുക്കില്ലെങ്കിൽ അതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും തീരുമാനത്തിലുള്ള കാര്യമാണ്. അതായത് ഒരു കൂട്ടായ്മയിൽ ആ കൂട്ടായ്മയിലുള്ള ജനത്തോട് ദൈവത്തിന് വിശേഷപ്പെട്ട നിലയിൽ സംസാരിക്കണമെങ്കിൽ, പൊതുവായിട്ടാകാം അല്ലെങ്കിൽ വ്യക്തികളോടാകാം, അന്യഭാഷയിൽ തൻ്റെ ശുശ്രൂഷകരെ കൊണ്ട് സംസാരിപ്പിക്കും, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിലുള്ള സഹോദരങ്ങളെ കൊണ്ട് ദൈവം സംസാരിപ്പിക്കും. അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ നിശ്ചയമായും വ്യാഖ്യാനി വേണം. അത് ദൂതറിയിക്കുന്ന കാര്യമാണ്. സഭയോടോ വ്യക്തികളോടോ ദൂതറിയിക്കുന്ന കാര്യത്തിൽ അങ്ങനെ വരുമ്പോൾ വ്യാഖ്യാനി വേണം. അന്യഭാഷയിലാണ് പറയുന്നതെങ്കിൽ നിശ്ചയമായും വ്യാഖ്യാനി വേണം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, അന്യഭാഷയിൽ ദൂത് പറയുന്നതും അന്യഭാഷയിൽ വ്യാഖ്യാനിക്കുന്നതും ഒക്കെ കേട്ടിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. വ്യാഖ്യാനിച്ചിട്ടില്ല, ഞാൻ അന്യഭാഷയിൽ ദൂതും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുകയും അനുഭവിക്കുകയും ചെയ്തയാളാണ്. നിന്നുപോയി എന്ന് ആരാ പറഞ്ഞത്? കൃത്യമായ മെസ്സേജായിരുന്നു. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ദൈവത്തോട് ചോദിക്കാം പിന്നെ ചെല്ലുമ്പോൾ. ഇത് നമ്മളാരും കണ്ടുപിടിച്ച കാര്യമൊന്നും അല്ലല്ലോ. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു പക്ഷേ ആ വ്യക്തികളത് ഏറ്റെടുക്കില്ലായിരിക്കാം. കാര്യങ്ങളെ അറിഞ്ഞിട്ട് എന്നോടോ അല്ലെങ്കിൽ സഭയോടോ ദൂത് പറയുന്നതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ സംശയിക്കും, ഇത് ദൈവത്തിൽ നിന്നൊന്നും ആകാൻ വഴിയില്ല, ഇവന് ഇത് എന്നോടുള്ള താല്പര്യക്കുറവുകൊണ്ടല്ലോ പറയുന്നതായിരിക്കും എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, കറക്റ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ. അതേസമയം അന്യഭാഷയിൽ സംസാരിക്കുന്നു, ഈ പറയപ്പെടുന്ന വ്യക്തിയായിട്ടൊരു ബന്ധമില്ലാത്ത ആളെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ വ്യാഖ്യാനിക്കുന്നത്. ആ പറയപ്പെട്ട സംഭവമായിട്ട് യാതൊരു മനസ്സറിവില്ലാത്ത ആളായിരിക്കും വ്യാഖ്യാനിക്കുന്നത്. വ്യാഖ്യാനിക്കുന്ന ആൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. വ്യാഖ്യാനിക്കുന്നവൻ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കും മനസ്സിലായത്. ഇപ്പോൾ വലിയ ചോദ്യം എന്താണെന്നറിയാവോ? അങ്ങനെ വ്യക്തിപരമായ ആളുകൾക്ക് ദൈവത്തോട് സംസാരിക്കാം അന്യഭാഷയിൽ, അങ്ങനെയെങ്കിൽ അത് വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ പോരെ എന്നാണ് ചോദ്യം. വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ അങ്ങനെ വേണമെന്നാണ്. അവിടെയാണ് ഈ കൊരിന്ത് ലേഖനത്തിലെ വാക്യം ഒരു ഉപദേശിയെ കറക്കിക്കളഞ്ഞത്. ആ ഉപദേശി തന്നെ യൂട്യൂബിൽ പറഞ്ഞിരിക്കുന്നത് ഞാനും പറയുന്നുണ്ട് അന്യഭാഷ എന്നൊക്കെ. പുള്ളിയെ കറക്കിക്കളഞ്ഞ എങ്ങനെയാണെന്ന് അറിയാവോ? കൊരിന്ത് ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ആരെങ്കിലും നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ അന്യഭാഷ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും തിരിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ സംസാരിക്കണ്ടേ എന്നാണ് അവിടെ പൗലോസ് ചോദിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇവർ മൊത്തത്തിൽ അടച്ചു കളയുന്നത്. നോക്കണം, ഇന്നത്തെ പെന്തിക്കോസുകാർ ഏറിയാൽ 5 മിനിറ്റാണ് ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നത്. ഏറിയാൽ 5, അല്ലെ 5.5 മിനിറ്റ് കൂട്ടിക്കോ, അല്ലെ 5:45 വരെ കൂട്ടിക്കോ, അതിൽ കൂടുതലൊന്നുമില്ല. മൊത്തത്തിൽ 2-2.5 മണിക്കൂർ ഒരുമിച്ച് കൂടുക. അതിൽ 5:45 മിനിറ്റ് അന്യഭാഷയിൽ പറയുന്നതിന്, അതിൽ 5:45 മിനിറ്റ് അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഏതെങ്കിലും അവിശ്വാസി പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവൻ ആകെ സ്തബ്ധനായി പോവും. അവർ മരവിച്ചു പോവും ഈ അന്യഭാഷ കേട്ട് കഴിഞ്ഞാലെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയിൽ സമ്മതിക്കില്ല, കൈയടിച്ച് പാട്ട് പാടാനും സമ്മതിക്കില്ല. കൈയടിക്കുന്നത് എന്തിനാ? പാട്ടങ്ങ് പാടിയാൽ പോരെ. ഞങ്ങൾ കുറേ നൂറ്റാണ്ടുകളായല്ലോ കൈയൊക്കെ അടിച്ച് പാട്ട് പാടി ഇങ്ങനെ പോകുന്നു. നിങ്ങളൊരു പുതിയ മെത്തേഡിൽ കൈയൊന്നും അടിക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. കൈയുള്ള കസേര വേണം കേട്ടോ നിങ്ങളുടെ കൂട്ടായ്മയിൽ, അപ്പോൾ പിടിച്ചിരിക്കുക എളുപ്പമാണ്. അങ്ങനെ പിടിച്ചിരിക്കുക, പാട്ട് പാടുക. പെന്തിക്കോസുകാരുടെ പാട്ട് പാടാൻ താല്പര്യമില്ലെന്നൊക്കെ കേട്ടു. പെന്തിക്കോസുകാരുടെ പാട്ടുകൾക്കൊന്നും അർത്ഥമില്ലെന്ന്. പിന്നെ ആരുടെയാണ് ഉള്ളത്? CSIക്കാരുടെ പാട്ടുകൾക്കാണ് അർത്ഥമുള്ളത്. എന്നാൽ അങ്ങനെയാട്ടെ, ഞങ്ങളുടെ പൂർവന്മാർ പാടി സന്തോഷിച്ച ഒത്തിരി പാട്ടുകളുണ്ട്. ആ പാട്ടുകളൊക്കെ ഞങ്ങൾ പാടും. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ എന്നൊക്കെ പാടി തങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ സന്തോഷിച്ചതാണതൊക്കെ. അതൊക്കെ എത്രയോ ഭക്തന്മാർ ഇന്നും ഏറ്റുപാടുന്നു. അതുപോലെ എത്രയെത്ര പാട്ടുകളാണ്. അതിനൊന്നും അർത്ഥമില്ലെന്നൊക്കെ പറയണമെങ്കിൽ തലയ്ക്കകത്ത് ഓളം ഉണ്ടെന്നുള്ളതല്ലാതെ. എന്നാൽ പിന്നെ പെന്തിക്കോസ് അല്ലെന്നങ്ങ് തീർത്ത് പറ.
പെന്തിക്കോസുകാരുടെ പ്ലാറ്റ്ഫോമിൽ കൂടെ നടന്ന് പ്രസംഗിക്കാതെ നിങ്ങൾ സ്വന്തം പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കും. മിടുക്കനാന്ന് പറയാം ഞാൻ, മിടുക്കനാന്ന് പറയാം. പെന്തിക്കോസുകാരുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ടല്ല ഇങ്ങനത്തെ കുരുത്തക്കേടൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏതെങ്കിലും സാധുക്കളൊക്കെ ഇത്തരക്കാരുടെ അടുക്കിലേക്ക് സൗമ്യതയും ശാന്തതയൊക്കെ ആകുമ്പോൾ ആളുകൾ അട്രാക്റ്റ് ചെയ്യപ്പെട്ട് വരും. വന്നു കഴിയുമ്പോൾ അവർ കുഴി ചാടുകയല്ലേ. ഇന്നലെ വരെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചമ്മ വായടക്കിയാണ്. അങ്ങനെയൊക്കെ അടച്ച ഒത്തിരി പേരെ കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് ഒരു കുടുംബം, ഞങ്ങൾ ഇനി വീട്ടിലിരുന്ന് മാത്രമാണ് അന്യഭാഷ പറയുള്ളൂ, വിശുദ്ധന്മാരുടെ നടുവിലൊന്നും പറയില്ല, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി. സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഇത്ര നേരം ഈ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. പത്രോസ് പറയാണ് വഞ്ചകന്മാരുടെ വഞ്ചനയിൽ കുടുങ്ങരുതെന്ന്. അപ്പോസ്തലന്മാരെല്ലാം അത് തന്നെയല്ലേ പറയുന്നത്. നമുക്ക് താല്പര്യക്കുറവുള്ള ഏതെങ്കിലും ഒരു വിഷയമായിരിക്കും അവർ രംഗത്തെടുത്തിടുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഈ അന്യഭാഷയൊക്കെ പറയുന്ന ആളുകളൊന്നും പലരും മര്യാദക്കല്ല നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുമ്പോഴായിരിക്കും ഇവർ പറയുന്നത്. അതൊക്കെ വീട്ടിൽ ഇരുന്ന് തന്നെത്താൻ അടച്ചിട്ട മുറിക്കകത്ത് പറയേണ്ടതാണ്, അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴല്ല പറയേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ട് ആമയും പറയരുന്നേ. അത് കേട്ട് ആമയും പറയാൻ പോകരുത്. അങ്ങനെ നിങ്ങൾ ആമയും പറഞ്ഞ് അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ പെന്തക്കോസ്ത് അനുഭവത്തിൽ നിന്ന് പോയി. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ മാറ്റപ്പെടുകയാണെങ്കിൽ വീട്ടിൽ അടച്ചിട്ട മുറിയിൽ മാത്രമാണ് അന്യഭാഷ പറയുള്ളൂ, ഞങ്ങൾ ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ നടുവിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കൂട്ടത്തിലേക്ക് പോവുകയാണ് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പെന്തക്കോസ്ത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് പോയി കഴിഞ്ഞു. നിങ്ങളെ വേണേൽ ഞങ്ങൾ ബ്രന്തക്കോസ് എന്ന് വിളിക്കാം. നിങ്ങൾ ബ്രദറൻ കൂട്ടായ്മയിലേക്കോട്ട് പോകണമില്ല, നിങ്ങൾ പെന്തക്കോസ് അനുഭവത്തിൽ നിൽക്കുന്നില്ലെങ്കിൽ പിന്നെ വിളിക്കാവുന്ന ഇത്രയേ ഉള്ളൂ, നിങ്ങളെ ബ്രന്തക്കോസ് എന്ന് വിളിക്കാം. കുറച്ച് ബ്രദറും കുറച്ച് പെന്തിക്കോസും, അതല്ലാതെ എന്ത് പറയാനാ? അപ്പോൾ സൗരങ്ങളെ സമയം ഒത്തിരി പോയതുകൊണ്ട് ഞാനിവിടെ വേഗം കൺക്ലൂഡ് ചെയ്യാം. പോരായ്മകളൊക്കെ നമുക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത ആഴ്ച അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. ആത്മാവിലുള്ള ആരാധനയില്ലാത്ത ഒരു കൂട്ടായ്മയും പെന്തക്കോസ്ത് കൂട്ടായ്മയല്ല. ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മപ്രിയാനെ പറഞ്ഞത്? മപ്രിയാനെ എന്നാ പറഞ്ഞത്? ഇവിടെ ഇതൊന്നും അനുവദിക്കില്ലെന്ന്. അത് അനുവദിക്കില്ലെന്ന് പറയുന്ന വേറെ പുള്ളികളുണ്ടെങ്കിൽ അവരൊന്നും പെന്തക്കോസ്ത് അനുഭവത്തിലല്ല. അതൊന്നും പെന്തക്കോസ്ത് കൂട്ടായ്മയല്ല. പെന്തക്കോസ്ത് കൂട്ടായ്മയാണെന്നും പറഞ്ഞ് എന്നോട് തർക്കിക്കാൻ വരല്ലേ. അങ്ങനെയൊന്നും തർക്കിക്കാൻ വരണ്ട. ആത്മാവിലുള്ള ആരാധനയില്ലാത്ത ഒരു കൂട്ടവും പെന്തക്കോസ്ത് കൂട്ടായ്മയല്ല. തീർത്തു പറയാണ്. അതൊക്കെ വരണ്ടുണങ്ങിയ മരുഭൂമികളാണ്. നിങ്ങളും മരുഭൂമിയാകും, കുറിച്ചു വെച്ചോ. സൗരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് സുദീർഘമായി പഠിച്ചിട്ടുള്ളവരും ധ്യാനിച്ചിട്ടുള്ളവരുമാണ്. നാം നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരുക്കത്തോടെയാണ് വരുന്നത്. നാം ഒരു അർപ്പണത്തിന് വേണ്ടിയാണ് വരുന്നത്. അങ്ങനെ ആ ഒരു അർപ്പണത്തിന് വേണ്ടി കടന്നു വരുന്ന നാം ക്രൂശിനെയാണ് ധ്യാനിക്കുന്നത്. ആ ധ്യാനത്തോടെയാണ് വരുന്നത്. അങ്ങനെ ക്രൂശിനെ ധ്യാനിച്ച് ദൈവസന്നിധി വന്ന് മുഴങ്കാൽ മടക്കി അങ്ങനെ നമ്മൾ ദൈവസന്നിധി കടന്നു വന്നു. അങ്ങനെ നമ്മുടെ ധ്യാനത്തെങ്കിൽ തീ കത്തി. അപ്പോൾ നാവെടുത്ത് നമ്മൾ സംസാരിച്ചു തുടങ്ങിയാണ്. പരിശുദ്ധാത്മ സഹായത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്തോത്രയാഗം നമ്മൾ അർപ്പിച്ചു തുടങ്ങിയാണ്. അങ്ങനെ സ്തോത്രയാഗം അർപ്പിച്ച് ആത്മാവിൽ ആ കത്തൽ വരികയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഹൃദയം നന്ദി കൊണ്ട് നിറയുകയാണ്. ആ വിടുവിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ ക്രൂശിനെയല്ലേ ധ്യാനിക്കുന്നത്. അങ്ങനെ ആത്മാവിൽ ശക്തിപ്പെട്ട, ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പോലും അറിയില്ല ആത്മാവിൻ്റെ നദിയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് ആരാധനയിൽ. പരിശുദ്ധാത്മാവ് നമ്മളെ വിനോദിപ്പിക്കാനായിട്ട്, രസിപ്പിക്കാനായിട്ട് വരുന്ന ആത്മാവല്ല. നമ്മെ ആത്മാവിൽ നിറച്ച് പിതാവായ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ പാകത്തിന് അങ്ങനെ നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുകയാണ്. ഒരു ഫെലോഷിപ്പിൽ അവിടുത്തെ വിശുദ്ധന്മാരെല്ലാവരും, അതായത് കടൽത്തിര ഇങ്ങനെ അടിച്ചടിച്ചു വരുന്നു, ആ തിരകൾ ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്നതിൻ്റെ ഒരു മനോഹാരിതയുണ്ട്. അതുപോലെ തന്നെയാണ് ആത്മാവിലുള്ള ആരാധനയിലെ മനോഹാരിത. അത് അനുഭവിക്കണം. അതൊക്കെ പലവട്ടം അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര തറപ്പിച്ചുറപ്പിച്ച് പറയുന്നത്. നിന്നുപോയിന്നും ഇരുന്നു പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇത് കണ്ടിട്ടും കേട്ടിട്ടുമല്ലോ ആണോ പറയുന്നത്? ഊഹാഭോഗം വെച്ച് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് കേട്ടിട്ടല്ലേ പറയുന്നത്? എടാ, ഇവിടെ അനുഭവിച്ചവൻ പറയാണ് അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ നിറവും തികവും, അതിലെ സന്തോഷം, അതെല്ലാം നമ്മൾ പറയുകയാണ്. അത് അനുഭവിക്കാത്തവൻ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അത് അയോഗ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഒത്തിരി പേര് ഈ കാര്യങ്ങളോട് വിമുഖത കാണിക്കുന്നത്. അയോഗ്യമായി അല്ല ചെയ്യേണ്ടത്. ഈ ആരാധനയും സമ്പ്രദായമൊക്കെ അയോഗ്യമായി ചെയ്യുന്നു, വചനവിരുദ്ധമായി ചെയ്യുന്നു, വേറെ ആത്മാക്കൾക്ക് അവസരം കൊടുക്കുന്നു. അതുകൊണ്ടാണ് പലരും ഇതിനോടൊക്കെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്.
പലരും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത്. പകരം നമ്മൾ എന്താ പറയുന്നത്? വചനത്തിലേക്ക് മടങ്ങി വന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക, ആത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി. ആത്മാവ് നയിക്കണം നമ്മളെ, വേറെ വർഷിപ്പ് ലീഡർമാരൊന്നും അല്ല നയിക്കേണ്ടത്. കാത്തിരിക്കുക, യഹോവയ്ക്കായി കാത്തിരിക്കുക, അവർ ശക്തിയെ പുതുക്കുമെന്ന. കൂട്ടായ്മകളിൽ കാത്തിരിപ്പ് വേണം. നമ്മൾ ഭവനത്തിൽ കാത്തിരിപ്പിലായിരിക്കണം. ആ കാത്തിരിപ്പിൽ അങ്ങനെയാണ്, ധ്യാനത്തോടെയാണ് കൂട്ടായ്മകളിലേക്ക് വരേണ്ടത്. ആ കൂട്ടായ്മകളിൽ ഒരുമിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്. ഇപ്പം ചില പുള്ളികൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ തുടക്കത്തിൽ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അപ്പം നുറുക്കാനല്ലേ വന്നതെന്ന്, അല്ലാതെ ദൈവത്തെ ആരാധിക്കാൻ വന്നു എന്ന് എവിടെയെങ്കിലും വാക്യമുണ്ടോ എന്ന്. ഒരു കൊച്ചു വാക്യം കൂടെ വായിച്ച് നിർത്തിയേക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ വാക്യത്തിലൊരു കാര്യം കാണിച്ചു തരാനാണ്. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവർ കർത്താവിനെ ആരാധിച്ചു ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അന്ത്യോക്യയിലെ കൂട്ടായ്മയിൽ ഈ പറയപ്പെട്ട സമയത്ത് അവർ ഉപവാസത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. അവിടെ പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എങ്ങനെ വായിച്ചത്? അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ. ഉപവാസത്തോടെയാണ് അവർ ഇരിക്കുന്നത്. അവിടെ അവർ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്, അവർ ആരാധിക്കുന്ന കാര്യം കാണുന്നുണ്ട്. 7 ദിവസമാണ് ആരാധന. ഒരു കൂട്ടരെ സംബന്ധിച്ച് 7 ദിവസം ജീവിതം കൊണ്ട് ആരാധിക്കുക, നന്നായിട്ട് ജീവിക്കുക. പിന്നെയോ 7-ാം ദിവസം അപ്പം നുറുക്കിയിട്ട് പോവുക. പുതിയ കണ്ടുപിടുത്തങ്ങളാണ്. ഇപ്പം എന്താ വായിച്ചത്? അന്ത്യോക്യയിലെ സഭയിൽ അവർ ദൈവത്തെ ആരാധിച്ചു എന്നാ. 6 ദിവസം ആരാധിച്ചു എന്നാണോ വായിച്ചത്? 6 അല്ല, 365 ദിവസവും ദൈവത്തെ ആരാധിക്കണം. ജീവിതം കൊണ്ടും ആരാധിക്കണം, ആത്മാവ് കൊണ്ടും ആരാധിക്കണം. ആത്മാവ് കൊണ്ട് ആരാധിക്കണമെങ്കിൽ ഹൃദയം നിറഞ്ഞു കവിയണം. ഹൃദയം നിറഞ്ഞു കവിയുമ്പോഴാണ് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും കഴിയൂ. രക്ഷയുടെ പാനപാത്രം വിശുദ്ധന്മാർ ഒരുമിച്ച് ഉയർത്തും. അവരെ രക്ഷിച്ച വിധം അത് ഓരോരുത്തരും മുറിക്കകത്ത് തന്നെ ഇരുന്ന് പറയുന്നതല്ല. അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ഒരുപക്ഷെ അതൊരു ആർപ്പിടലിൻ്റെ സ്വരം പോലെ ആയിരിക്കാം. വിശദമാക്കേണ്ടതാണ്. അതിന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ വിശദമാക്കണമെങ്കിൽ അതിന് തക്കതായ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ കാര്യത്തിലേക്ക് വരാം. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്? ആത്മാവിലുള്ള ആരാധനയില്ലാത്ത ഒരു കൂട്ടവും പെന്തക്കോസ്ത് കൂട്ടായ്മകളല്ല. അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പോയി തല വെക്കരുത്. നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞാൽ അവർ പത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരായിരിക്കണം. അവർ ചർച്ചകൾ പൊളിക്കുന്നവരായിരിക്കരുത്. അവർ ജനത്തെ ആത്മാവിൻ്റെ നദിയിലേക്ക്, അതായത് നീർത്തോടുകളിലേക്ക് നയിക്കുന്നവരായിരിക്കണം. അവർ ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം. കർത്താവിൻ്റെ നിയുക്ത മണവാട്ടിയെ കാഹളത്തിന് വേണ്ടി സജ്ജമാക്കണം. ഇതൊക്കെയാണ് പുതിയ നിയമ ശുശ്രൂഷയും അവർ ഒത്തുകൂടുമ്പോൾ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ. അതിന് വിരുദ്ധമായ കാര്യങ്ങളും നവീനങ്ങളായ കാര്യങ്ങളും പല കാര്യങ്ങളും പറയാനുണ്ട്. തൽക്കാലം ഞാൻ പെൻഡിങ് വെക്കുകയാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.